കഴിഞ്ഞ ശുകദേവ ഗോസ്വാമിയുടെ ജനനം, ഭാഗവതം രചിക്കാനുള്ള കാരണം, ഭാഗവതത്തിന്റെ മാഹാത്മ്യം, ഭാഗവതം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അപ്പൊ അത് ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാന് 6 തരത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്, തുടർച്ചയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം സത്സംഗത്തിലേക്ക്. എല്ലാവർക്കും സ്വാഗതം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് വ്യാസദേവന്റെ പുത്രനായ ശുകദേവ ഗോസ്വാമി പരീക്ഷത്തിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭമാണ് പറഞ്ഞത്. അപ്പോ ആരാണ് പരീക്ഷിത്ത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. പരീക്ഷത്ത് എന്ന് പറയുന്നത് ആരാണ്? പാണ്ഡവരിൽ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന് ഉത്തരയിൽ ജനിച്ച കുട്ടിയാണ് പരീക്ഷത്ത്. മഹാഭാരത യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഗുരുവായ ദ്രോണന്റെ പുത്രനായ അശ്വത്ഥമാവ് ശരിക്കും ദുര്യോധനൻ ഭീമന്റെ ഗദയെ പ്രഹരമേറ്റ് മരിക്കാറായി കിടക്കും. ആ സമയത്ത് അശ്വത്ഥമാവും കൃപിയും കൃതവർമാവും ഒക്കെ ഈ അദ്ദേഹം കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വരും. അങ്ങനെ ദുര്യോധനന്റെ വല്ലാത്ത സഹിക്കാനാകാത്ത ദയനീയമായ കാഴ്ച, വേദന കൊണ്ട് പൊളയുകയാണ് ദുര്യോധനൻ. അപ്പോ ദുര്യോധനൻ അശ്വത്ഥമാവിന്റെ അടുത്ത്, നീയാണ് ഇനി യുദ്ധം നയിക്കേണ്ടത്. വേറെ 3 പേരേ ഉള്ളൂ ഇനി ഇവര്. പാണ്ഡവരിൽ 5 പേരുണ്ട്. പാണ്ഡവരുടെ മക്കളുണ്ട്. ദ്രൗപദിക്ക് പാണ്ഡവർക്കുണ്ടായ മക്കള്, പിന്നെ അവരൊക്കെ ഉണ്ട്. അപ്പോ പക്ഷെ ഇവരുടെ ഭാഗത്ത് ഇനിയുള്ളത് ഈ 3 പേരേ ഉള്ളൂ. ആരെയൊക്കെ? കൗരവരുടെ ഭാഗം. അപ്പൊ നീയാണ് ഇനി യുദ്ധത്തിന്റെ നായകനായിട്ട് നിന്ന് യുദ്ധം ചെയ്യേണ്ടത് എന്ന് അശ്വത്ഥമാവിനോട് പറയും. അപ്പൊ അശ്വത്ഥമാവിന് ആൾറെഡി തന്റെ പിതാവായ ദ്രോണരെ കള്ളം പറഞ്ഞു. എന്ന് പറഞ്ഞാല് ഒരാനയ്ക്ക് അശ്വത്ഥമാവെന്ന് പേരിട്ടിട്ട് ആ ആനയെ ഭീമനെ കൊണ്ട് കൊല്ലിച്ചിട്ട് അശ്വത്ഥമാവ് മരിച്ചു എന്ന് ഉറക്കെ പറയുമ്പോൾ ദ്രോണര് തന്റെ പുത്രൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തളരും. എന്നാലും അദ്ദേഹം പറയും, എനിക്ക് ആരെയും വിശ്വാസമില്ല, ധർമ്മപുത്ര പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ധർമ്മപുത്രര് ആദ്യം സമ്മതിക്കില്ല. അദ്ദേഹം പറയാൻ താനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ധർമ്മമുണ്ട്. എന്താണ്? താൻ സത്യം മാത്രമേ പറയൂ, ധർമ്മം മാത്രമേ ചെയ്യൂ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ പറഞ്ഞു, നീ ഈ അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറയണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പറയാനൊരു വിഷമം. അങ്ങനെയാണ് ഭീമനെ കൊണ്ട് ഒരു ആനയെ അശ്വത്ഥമാവെന്ന് പേരിട്ട് എന്നിട്ട് അതിനെ കൊന്നിട്ട് ഭഗവാൻ വീണ്ടും പറയും, അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. അപ്പോ അദ്ദേഹം അശ്വത്ഥമാവ് എന്ന് പതുക്കെ പറയും. ആനയുടെ ഭാഗം പതുക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയും, അശ്വത്ഥമാവ് മരിച്ചു എന്ന് പറയും. ഇത് കേട്ട് ദ്രോണര് ആയുധങ്ങളെല്ലാം ഉപേക്ഷിക്കും. ആ സമയത്ത് പാണ്ഡവരെ ദ്രോണരെയും വധിക്കും. അപ്പൊ അച്ഛനെ കൊന്നതിലുള്ള പക അശ്വത്ഥമാവെന്ന ആ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രാഹ്മണനാണെങ്കിലും അദ്ദേഹം ശരിക്കും ഒരു ക്ഷത്രിയന്റെ എന്താ പറയാ മാനസിക അവസ്ഥയിലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ദയാ കാരുണ്യം
സത്യസന്ധത, ഇതൊന്നും അശ്വത്ഥമാവിന് അപ്പോഴുണ്ടായിരുന്നില്ല. മാത്രവുമല്ല അദ്ദേഹത്തിന് പാണ്ഡവരോടുള്ള ഈ വൈരാഗ്യം, തൻ്റെ പിതാവിനെ ഇങ്ങനെ ചതിച്ചു കൊന്നതിലുള്ള ആ വൈരാഗ്യം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? നേരെ അവരുടെ രാത്രി ആകുന്നതിനെ കാത്തിരുന്നു. ഈ 3 പേര് കാത്തിരുന്നിട്ട് ഇവര് നേരെ ആ കുടീരത്തിലേക്ക് പോകും. പാണ്ഡവരെല്ലാം കിടക്കുന്ന, പ്രത്യേകിച്ച് ഈ ദ്രൗപദിയുടെ 5 പുത്രന്മാരും അവരുടെ സഹായികളായിട്ടുള്ള ഭടന്മാരും ഒക്കെ കിടക്കുന്ന ആ ടെന്റിലേക്ക് പോകും. പോയിട്ട് ഈ പറയുന്ന കൃതവർമാവിനെയും കൃപിയേക്കും അവിടെ അവരുടെ കവാടത്തില് കാവല് നിർത്തും. എന്നിട്ട് അശ്വത്ഥമാവകത്തേക്ക് കയറി എല്ലാവരെയും വളരെ ക്രൂരമായിട്ട് വധിക്കും. അങ്ങനെ ജീവനും കൊണ്ട് ഓടി. ഒന്നാമത് ഇരുട്ടാണ്, രണ്ടാമത് അപ്രതീക്ഷിതമായ ഉറക്കത്തിലാണ് ഈ വെട്ടുകളും കുത്തൊക്കെ കൊള്ളുന്നത്. അങ്ങനെ അവര് പകുതി ജീവനും കൊണ്ടൊക്കെ പുറത്തേക്ക് ചാടിയവരെ കാവൽ നിന്ന ആ 2 പേരും കൂടെ ചേർന്ന് ഇവരെ എല്ലാവരെയും കൊല്ലും. പിന്നെ ബാക്കി പാണ്ഡവപക്ഷത്തുണ്ടായിരുന്ന പാണ്ഡവരായിട്ടുള്ള 5 പേര് ഒഴികെ ബാക്കി എല്ലാവരും മരിക്കുകയാണ്, ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്രം അശ്വത്ഥമാവ് ഇടും. അതിന് ബദലായിട്ട്, അതിന് പകരമായിട്ട് അർജുനനും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും. പക്ഷെ ഇത് 2 അസ്ത്രവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ഈ പ്രപഞ്ചം തന്നെ നശിച്ചു പോകും എന്ന്. അതുകൊണ്ട് 2 പേരും ഉപസംഹരിക്കണം എന്ന് പറയുമ്പോൾ അർജുനൻ ബ്രഹ്മാസ്ത്രത്തെ ഉപസംഹരിക്കും. പക്ഷെ അശ്വത്ഥമാവിന് അത് ഉപസംഹരിക്കാൻ അറിയില്ല. അത് പ്രയോഗിക്കാൻ മാത്രമേ അറിയൂ. ഇങ്ങനെ അതിനൊരു ലക്ഷ്യം കാണിക്കും. പാണ്ഡവരുടെ എന്താ പറയാ, അടുത്ത തലമുറ തുടരാനുള്ള ആ കുഞ്ഞിലേക്ക് ആ അസ്ത്രത്തിന്റെ ഗതി മാറ്റി വരുന്നു. അങ്ങനെ ആരുടെ അഭിമന്യുവിനും ഉത്തരയ്ക്കും ആയിട്ടുള്ള പുത്രനായ പരീക്ഷിത്ത് ഉത്തരയുടെ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ലക്ഷ്യം ചിന്തിച്ചു വിടും. ആ അസ്ത്രമേറ്റ് ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി മരിക്കും. അങ്ങനെ എന്തുപറ്റും? ഭഗവാൻ കൃഷ്ണന്റെ അരികിലേക്ക് ഉത്തര കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓടി വരും. ഭഗവാനെ, അശ്വത്ഥമാവിന്റെ അസ്ത്രം എൻ്റെ ഉള്ളിലെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഭഗവാനെ എൻ്റെ അരികിലേക്ക് കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഓടി വരും. അപ്പോ അത് മാത്രമല്ല, പാണ്ഡവരെയും ഈ അസ്ത്രം കൊല്ലും. അതുകൊണ്ട് അന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഉത്തര കരഞ്ഞു നിലവിളിച്ച് പറയുമ്പോൾ തൻ്റെ എന്താ പറയാ, ചക്രായുധത്താൽ ഭഗവാൻ പാണ്ഡവരെ ജീവൻ രക്ഷിക്കും. എന്നിട്ട് ഭഗവാൻ തള്ളവിരലിന്റെ വലിപ്പത്തിൽ ചുരുങ്ങി ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന് അവിടെ ചെന്നിട്ട് ആ കുട്ടിയെ, എന്താ പറയാ, മരിച്ചുപോയ കുട്ടിയെ ബ്രഹ്മാസ്ത്രത്തിന്റെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് ജീവൻ നൽകി രക്ഷിച്ച് അദ്ദേഹം പുറത്തേക്ക് വരും. അങ്ങനെയാണ് ഒരു പരീക്ഷണാർത്ഥം നടന്ന ഒരു സംഭവം. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ പരീക്ഷിത്ത് എന്ന് വിളിക്കാൻ കാരണമായത്. അപ്പൊ ഒരേ സമയം ഭഗവാനെയും തൻ്റെ പുത്രനെയും ചുമക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആദ്യമായിട്ട് ഉത്തരയ്ക്ക് ലഭിച്ചു. ഇതെല്ലാം കണ്ട് കുന്തിദേവി എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയാണ്. അമ്മായി, മുറയ്ക്ക് അമ്മായി അല്ലെങ്കിൽ അപ്പച്ചി എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് കുന്തിദേവി ഓടി ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട്, നീ മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും ആശ്രയം. ഏത് ദുഃഖത്തിലും ദുരിതത്തിലും നിന്നെ വിളിക്കുമ്പോൾ നീ ഞങ്ങളുടെ അരികിലുണ്ടാകും, നിന്റെ സാന്നിധ്യം ഉണ്ടാവും. നിന്നെ കാണാനും നിന്റെ സ്പർശനമേക്കാനും നിന്റെ ആ അനുഗ്രഹം നമുക്ക് ലഭിക്കാനും സാധിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ എന്നൊക്കെ സ്തുതിച്ചുകൊണ്ടാണ്. സ്വന്തം അമ്മായിയാണ്. അപ്പോ ഭഗവാൻ എന്ത് ചെയ്യും?
അമ്മായിയാണല്ലോ അമ്മ. അതുകൊണ്ട് കുന്തി ദേവിയെ കണ്ടപ്പോൾ തന്നെ ആ അമ്മായിയെ നമസ്കരിക്കും. അമ്മായി എന്തിനാണ് അമ്മായി എന്നെ നമസ്കരിക്കാൻ വരുന്നത് എന്ന് ഭഗവാൻ അമ്മായി കുന്തി ദേവിയോട് ചോദിക്കും. അപ്പൊ അമ്മ കുന്തി ദേവി പറയും, അമ്മായി ഞാൻ നിന്റെ അമ്മായിയൊന്നും അല്ല, ശരിക്കും നീയാണ് സകല ലോകത്തുള്ള സകല ജീവാത്മാക്കളുടെയും അമ്മായി, അമ്മായോനും അമ്മയും അച്ഛനും എല്ലാം നീയാണ്. അപ്പൊ ശരിക്കും നിന്റെ നിന്റെ അംശമാണ് ഈ ലോകത്തുള്ള എല്ലാ സകല ജീവജാലങ്ങളും. നീ മായാമനുഷ്യനാണ്, നീ ഇങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നിന്നെ 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 അല്ലാതെ ഞാൻ ആരെയാണ് നമസ്കരിക്കേണ്ടത് എന്നൊക്കെ കുന്തിദേവി പറയും. ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, മമൈ വംശോ ജീവലോകെ ജീവഭൂത സനാതന മനസ്സഷ്ടേന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷക. 15-ാം അധ്യായം 7-ാമത്തെ ശ്ലോകം. എന്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധമായ സകല ജീവാത്മാക്കളും. ബദ്ധമായ ജീവിതം നയിക്കുവാൻ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ് എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അംശങ്ങളാണ് നമ്മളെല്ലാവരും. ഈ ലോകത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ജീവജാലങ്ങളും. നമ്മൾ ഇന്നലെ ക്ലാസ് പറഞ്ഞു, മൊത്തം സൃഷ്ടിയുടെ 4/3 ആധ്യാത്മിക ലോകങ്ങളാണ്. 4% മാത്രമാണ് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം, ഈ ഭൗതിക ലോകത്തിലാണ് ഈ സൗരയൂഥവും മറ്റു എന്താ പറയുക മിൽക്കി വേ, പിന്നെ പല പല ഗ്രഹങ്ങള്, പ്ലാനറ്റുകള്, ഭൂമി. ആ ഭൂമിയിൽ തന്നെ എന്തുമാത്രം ഭൂഖണ്ഡങ്ങള്, പിന്നെ ഭൂമിയുടെ 4/3 കടലാണ്. കടലിൽ തന്നെ എന്തുമാത്രം ജീവജാലങ്ങള്, പിന്നെ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് മൊത്തം പലതരത്തിലുള്ള ജീവജാലങ്ങള്, പിന്നെ വായുവിൽ നിറഞ്ഞ് പല പല അമീബ, ബാക്ടീരിയ, ഫംഗസ്, ഇങ്ങനെ തുടങ്ങിയുള്ള ഇങ്ങനെ മൊത്തം സൃഷ്ടിയുടെ 1/4 ഈ ഭൗതിക ലോകത്തുള്ള സൃഷ്ടി പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതിലാണ് 84 ലക്ഷം ജീവിവർഗങ്ങള്. അങ്ങനെ ജീവജാലം ഈ 84 ലക്ഷം ജീവജാലങ്ങളിലൂടെ കടന്നു വരുന്നവരാണ് മനുഷ്യര്. അങ്ങനെ മനുഷ്യജന്മം വളരെ ദുർലഭമായ ജന്മമാണ്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് ജനിച്ച ഭഗവാൻ ജീവൻ നൽകിയ വ്യക്തിയാണ് ഈ പറയുന്ന പരീക്ഷിത്ത്. അങ്ങനെ ഈ അവരുടെ തലമുറയില് ഏക കരിയാണ്, ഏക കൊച്ചുകുട്ടിയാണ്, ആകപ്പാടെ ഉള്ള ഒരു കുട്ടിയാണ് ഈ പരീക്ഷിത്ത്. അങ്ങനെ ഈ പാണ്ഡവരെല്ലാവരും ആ കുഞ്ഞിനെ വളരെ നല്ല രീതിയിൽ സ്നേഹത്തോട് ആ കുട്ടിയെ എന്താ പറയാ കണ്ണിലുണ്ണിയായിട്ട് വളർത്തി. എല്ലാ ശാസ്ത്രങ്ങളും, എല്ലാ അറിവുകളും, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കും. ആ ഗുരുവിനെയൊക്കെ കൊണ്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും ശാസ്ത്രാധികാരികളായിട്ടുള്ള എല്ലാ തരം എന്താ പറയാ പഠനങ്ങളും അദ്ദേഹത്തിന് പഠിപ്പിക്കും. അത് കഴിഞ്ഞ് 36 മഹാഭാരത യുദ്ധം കഴിഞ്ഞ് 36-ാമത്തെ വർഷമാകുമ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ ഈ ഭൂമിയിൽ നിന്നും തിരിച്ച് ഭഗവാന്റെ ധാമത്തേക്ക് പോയി എന്ന് ഇവർ അറിയുന്ന സമയത്ത് അവർ വ്യാസദേവനോട് നിങ്ങൾക്ക് വല്ലാത്ത ഒരു വിഷമം തോന്നുന്നു, ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകണം എന്ന്, ഭഗവാൻ ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയും. അങ്ങനെ അവര് വ്യാസദേവന്റെ അനുഗ്രഹത്തോടു കൂടി അവര് എന്താ പറയാ ഹിമാലയ സാനുക്കളിലേക്ക് ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഇങ്ങനെ നടന്ന് ഓരോരുത്തരായിട്ട് കൊക്കുകളിൽ വീണ് അവസാനം യുധിഷ്ഠിരൻ മാത്രമാണ്. ആ കഥ അങ്ങനെ പോകുന്നു. അത് പോക്കട്ടെ. അപ്പൊ നമുക്കിവിടെ പരീക്ഷത്തിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പരീക്ഷിത്ത് ദേവരുടെയും കണ്ണിലിനായി. അത് കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞു. പാണ്ഡവർ വാനപ്രസ്ഥം സ്വീകരിച്ച് ഈ പറയുന്ന യാത്രയ്ക്ക് പുറപ്പെടുന്ന ആ സമയത്ത് അദ്ദേഹത്തിനെ ഹസ്തിനപുരത്തെ ചക്രവർത്തിയായിട്ട് വാഴിക്കും. കാലങ്ങൾ കഴിഞ്ഞുപോയി. അദ്ദേഹം ഇരാവതി എന്ന പേരുള്ള ഒരു സ്ത്രീയെ അദ്ദേഹം പത്നിയായിട്ട് സ്വീകരിക്കും. മഹാഭക്തനായിരുന്നു, ഭാഗവതോത്തമനായിരുന്നു, പ്രജാതൽപരനായിരുന്നു, ലോകർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു, പ്രജകൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ള ആളായിരുന്നു. എല്ലാം ആൾക്കാരുടെ എന്ത് പ്രശ്നവും കേൾക്കാനും അതിന്റെ പരിഹാരം ചെയ്തു കൊടുക്കാനും ഒക്കെ
അദ്ദേഹം മുൻകൈ എടുത്ത് പെരുമാറുമായിരുന്നു. എവിടെയും പ്രജകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ആ സൗകര്യങ്ങളും അദ്ദേഹം ഒരുക്കി കൊടുത്തു. അങ്ങനെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. പരീക്ഷത്തിനെ അതിശ്രേഷ്ഠമായ രീതിയിൽ അദ്ദേഹം ഭരണമൊക്കെ നടത്തി. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. മുനിമാർക്ക്, ബ്രാഹ്മണർക്ക്, സാധുക്കൾക്ക്, സാധാരണക്കാരായ കർഷകർക്ക്, എല്ലാ ജനങ്ങൾക്കും അദ്ദേഹം വളരെ പ്രിയങ്കരനായിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാർക്ക് ഈ ഗ്രാമമേഖലകളിൽ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മൃഗങ്ങള്, ഹിംസ മൃഗങ്ങള്, ഈ കടുവ, പുലി, സിംഹം ഇതൊക്കെ വന്നിട്ട് അവരുടെ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കാനും അവരെ തന്നെ ഉപദ്രവിക്കാനും കൊല്ലാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ടല്ലോ, ഇപ്പൊ പുലി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിൽ ആന ഇറങ്ങി എന്നൊക്കെ പറഞ്ഞു കാട്ടിലൊക്കെ, ഈ നാട്ടിൻ പുറത്തേക്ക്. അപ്പൊ അതുപോലെ അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്തേക്കാൾ കാടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിലൊക്കെ ഈ കാട്ടുജീവികളൊക്കെ ഇറങ്ങി വന്ന് ആൾക്കാരെ കൊല്ലാനും അവരുടെ വിളകളെയൊക്കെ നശിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? അദ്ദേഹം അതിന് അങ്ങനെ അവരുടെ സങ്കടം തീർക്കാനായിട്ട് അന്നത്തെ കാലത്ത് ഈ രാജാക്കന്മാര് തന്റെ ഉൾപ്പെടെ പോയിട്ട് കാട്ടിൽ ചെന്ന് ഈ പറയുന്ന മൃഗങ്ങളെയൊക്കെ വേട്ടയാടും. ഈ മൃഗങ്ങളെയൊക്കെ, ദുഷ്ടമൃഗങ്ങളെയൊക്കെ കൊല്ലാറുണ്ട്. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കാട്ടിൽ വേട്ടയാടിക്കൊണ്ടിരിക്കെ പല മൃഗങ്ങളെ ലക്ഷ്യമാക്കി പലരും പല ഭാഗത്തേക്ക് പോയി. ഇദ്ദേഹം മാത്രം ഒറ്റയ്ക്കായി. കുറേ മൃഗങ്ങളെ കൊന്ന് തളർന്ന് ക്ഷീണിച്ച് വേർത്ത് അദ്ദേഹം അങ്ങനെ നിൽക്കുന്നു. തൊട്ട് അരികിലൊന്നും നദിയൊന്നും കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഉൾക്കാട്ടിനകത്ത് ഒരു ആശ്രമം കാണുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആ ആശ്രമത്തിന്റെ അടുത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ഒരു മുനി ആശ്രമത്തിന് അകത്ത്, ആ മുറിക്കകത്ത് ധ്യാനിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഇദ്ദേഹം ഉറക്കെ പറയും, ഞാന് വേട്ടയാടി വന്ന രാജാവാണ്, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, എനിക്ക് കുറച്ച് വെള്ളം തന്നാൽ വലിയ ഉപകാരമായിരിക്കും എന്ന് പറയും. അപ്പോ ആ മുനി ധ്യാനത്തിലായിരുന്നു. ആ മുനിയുടെ പേര് ശമീകൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജാവ് ഈ പറയുന്നതൊന്നും അദ്ദേഹം അറിഞ്ഞു പോലുമില്ല. അങ്ങനെ ഇദ്ദേഹം വീണ്ടും 1-2 തവണ കൂടി പറയുമ്പോഴും അദ്ദേഹം ഇതൊന്നും കേൾക്കുന്നേയില്ല. അദ്ദേഹം അതീന്ദ്രിയമായ തലത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം വിചാരിച്ചു, ഒരു രാജാവായ ഞാന് ഇവിടെ വന്നിട്ട് ഇത്രയും വെള്ളം ദാഹിച്ച് ഇവർക്കൊക്കെ വേണ്ടിയാണ് ഈ കാട്ടിൽ വന്ന് ഈ മൃഗങ്ങളെയൊക്കെ വേട്ടയാടിയിട്ട്, എന്നിട്ട് എനിക്ക് ഇത്തരം വെള്ളം ചോദിച്ചിട്ട് ഇദ്ദേഹം ഒന്നും മിണ്ടുന്ന പോലും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് തോന്നിയ എന്തോ ഒരു ബുദ്ധിമോശം കണ്ട് അദ്ദേഹം വല്ലാത്ത ദേഷ്യം വന്നിട്ട് ചുറ്റിലും നോക്കിയപ്പോൾ അടുത്തായിട്ട് ഒരു ചത്ത പാമ്പ് ഇങ്ങനെ കിടക്കുന്നു. ഉണങ്ങി വരുന്ന ഒരു പാമ്പിനെ അദ്ദേഹം അതിനെന്ത് ചെയ്തു? ഒരു വില്ലിന്റെ അഗ്രം കൊണ്ട് അതിനെ കുത്തിയെടുത്തിട്ട് ഈ ഈ മുനിയുടെ കഴുത്തിലൂടെ ആര ഇട്ട് കൊടുക്കും പോലെ ഇട്ട് കൊടുത്തു. അപ്പോൾ തോന്നിയ ഒരു എന്താ പറയാ ഒരു മോശം ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങനെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ നല്ലവനായ ഒരു രാജാവാണ്. പക്ഷെ എന്തോ ആ സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ തോന്നി, ദേഷ്യം കാരണം. അതാണ് കോപത്തിന്റെ ഒരു കുഴപ്പം, നമ്മളെ വല്ലാത്ത അവസ്ഥയെ കൊണ്ടെത്തിക്കും. കോപത്തെ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മളെ ജീവിതം തന്നെ വല്ലാത്ത അവസ്ഥയിൽ. പല വീടുകളിലും നമുക്കറിയാം, ഈ ഭാര്യ തമ്മിലുള്ള വഴക്ക് കാരണം TV ഒക്കെ അടിച്ചു പൊട്ടിക്കുന്നവരാണ്. ഈ അടിച്ചു പൊട്ടിച്ചിട്ട് വീണ്ടും നാളെ ഇയാൾ തന്നെ പോയി TV വാങ്ങിക്കാൻ പോകും, അല്ലെങ്കിൽ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കാൻ പോകും. അപ്പൊ എന്ത് മടയത്തരാണെന്ന് ആലോചിച്ച് നോക്കണം. ചിലര് അവിടെ കൊണ്ട് നിർത്തില്ല, അവര് വീടിനെ തന്നെ കത്തിക്കാനൊക്കെ ശ്രമിക്കും. ചിലര് കത്തിയെടുത്ത് കുത്തി കൊല്ലാറുണ്ട്. അത്രമാത്രം ഡേഞ്ചറാണ് ഈ കോപം എന്ന് പറയുന്ന സംഭവം. കോപത്തിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ വല്ലാത്ത ആപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തി. എല്ലാവരും കോപത്തെ നമ്മൾ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കണം. കോപം എല്ലാവർക്കും വരാം, പക്ഷെ കോപം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത് കൂടുതൽ ഉറക്കെ നാമം ജപിക്കും. അപ്പൊ നമുക്ക് ആ സമയം കടന്നു പോകാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോപത്തിൽപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകും. അത് ചിലപ്പോൾ നമുക്ക് തന്നെ ആപത്തായിട്ട് മാറും. ഈ ചിലര് കണ്ടില്ലേ, ഈ കുട്ടികളെയൊക്കെ പ്രേമിച്ചിട്ട് കുട്ടികളെ കിട്ടാതെ വരുമ്പോൾ ആസിഡൊക്കെ ഒഴിക്കുക, അല്ലെങ്കിൽ കത്തിയെടുത്ത് കൊത്തുക, എന്നിട്ട് ഇയാളും ജയിലിൽ ചെന്ന് കിടക്കും. ആ കുട്ടിയുടെ ജീവനും പോയി, ഇയാളെ തൂക്കിക്കൊല്ലും. അപ്പൊ എന്താണ് ഇത്? നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിലൊന്നും. അപ്പം നമുക്ക് ആ ഒരു നിമിഷം നമ്മൾ ഒന്ന് മനസ്സിനെ നിയന്ത്രിക്കണം.
നിയന്ത്രിച്ചില്ലെങ്കിൽ ഉള്ള ആപത്തുകളാണ് ഈ കോപത്തിലൂടെ നമുക്ക് പല വീടുകളിലും പല പല സ്ഥലങ്ങളിലും ഒക്കെ ഇത് നടക്കുന്നുണ്ട്. എന്തായാലും കോപം വളരെ ഡേഞ്ചറാണ്. അങ്ങനെ ഈ പരീക്ഷത്തിനും ഇതുപോലെ ദേഷ്യം വന്നപ്പോൾ ഇങ്ങനെ ചെയ്തു. പക്ഷെ ചെയ്തിട്ട് അദ്ദേഹം പോയെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ താൻ ചെയ്തത് വളരെ മോശമായ കാര്യമായി പോയി. ഞാൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ ഒരു ഉന്നത കുലത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഭഗവാന്റെ കൈകൊണ്ട് ജീവൻ കിട്ടിയ ആളാണ്. ഞാൻ അങ്ങനെയുള്ള ഞാൻ ഭഗവാന്റെ പരമഭക്തരായ ജീവിതം തന്നെ ഭഗവാന് വേണ്ടി സമർപ്പിച്ച ആ മുനിമാരെയും ബ്രാഹ്മണരെയൊക്കെ സ്നേഹിക്കേണ്ടതിന് പകരം അവരെ എങ്ങനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു കുറ്റബോധം അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? പിന്നെ ആ കാര്യം മറന്ന് അദ്ദേഹം മറ്റുള്ളവരെ തന്റെ കൂടെ ഉള്ളവരെയൊക്കെ കണ്ടെത്തി തിരിച്ച് നാട്ടിലേക്കും പോയി. ഇതിനിടയ്ക്ക് ഈ മുനിയുടെ പുത്രന്റെ പേരാണ് ശൃംഗി. ശൃംഗി വേറെ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുകയായിരുന്നു. തിരിച്ചു വരുമ്പോ ശൃംഗിയുടെ കൂട്ടുകാരൊക്കെ നിൽക്കുന്നു. അപ്പൊ അവരെല്ലാം കൂടെ പറയും, ശൃംഗി നീ എവിടെയായിരുന്നു? നിന്റെ അച്ഛന് ഇവിടുത്തെ രാജാവ് ഒരു സമ്മാനം, ഒരു ഹാരം ഒക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കണം. അപ്പൊ ശൃംഗി ചോദിക്കും, എന്താ കാര്യം? എന്താണെന്ന് അറിഞ്ഞൂടാ, ചത്ത പാമ്പാണ് ഹാരമായിട്ട് ഇട്ടേക്കുന്നത്, ഓടിച്ചെന്ന് എന്ന് പറഞ്ഞു. അപ്പൊ ശൃംഗി ഒന്ന് ഞെട്ടിട്ട് അങ്ങനെ എവിടെ തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഓടി അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അച്ഛൻ അപ്പോഴും ധ്യാനത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുകയാണ്. അപ്പോ ശൃംഗി ഉടൻ തന്നെ അച്ഛന്റെ ശരീരത്തിൽ കിടക്കുന്ന ഈ പാമ്പിനെ കണ്ടപ്പോൾ, ചത്ത പാമ്പാണെങ്കിൽ പോലും അതിനെ കണ്ടപ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നി. അദ്ദേഹം സാധുക്കളെ സംരക്ഷിക്കേണ്ട ഒരു രാജാവ്, അനീതിക്ക് ശിക്ഷ നൽകേണ്ട രാജാവ്, അല്ലെങ്കിൽ അശരണരെ സഹായിക്കേണ്ട രാജാവ്, അധർമ്മത്തെ ചെറുക്കേണ്ട രാജാവ്, ആ രാജാവ് തന്നെ അധർമ്മം കാട്ടിയിരിക്കുകയാണ്, അതിനുള്ള ശിക്ഷ അനുഭവിച്ചേ തീരൂ എന്ന് ശൃംഗി തീരുമാനിച്ചു. ശൃംഗിയിലും കോപം വന്നു കയറി. അങ്ങനെ എന്തു പറ്റി? ശൃംഗി ഉഗ്രമായിട്ട് ആ രാജാവിന് പരീക്ഷത്തിനെ ശപിക്കുകയാണ് ചെയ്തത്. എന്റെ അച്ഛന്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ മാലയാക്കിയിട്ട ആ രാജാവ് ഇന്നേക്ക് 7 ദിവസത്തിനകം പാമ്പിന്റെ തന്നെ വർഗത്തിൽപ്പെട്ട തക്ഷകന്റെ കടിയേറ്റ് കൊല്ലപ്പെടട്ടെ എന്നു ഒരു ഉഗ്രൻ ശാപം. ആര്? ശൃംഗി. ആകാശത്ത് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ഇടിമിന്നൽ മുഴങ്ങി കേട്ടു. എന്നിട്ട് സാവധാനം ആ കഴുത്തിൽ നിന്ന് അച്ഛൻ ആ പാമ്പിന്റെ ജഡത്തിനെ ഒരു കമ്പ് കൊണ്ട് പതിയെ എടുത്ത് പുറത്ത് കൊണ്ട് കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്ത? കുറെ കഴിഞ്ഞപ്പോ അച്ഛൻ കണ്ണൊക്കെ തുറന്നു, ധ്യാനമൊക്കെ വിട്ട് കണ്ണു തുറന്നു. അദ്ദേഹം സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും കണ്ണൊക്കെ തുറന്നു. അപ്പോ ശൃംഗി എന്ത് ചെയ്തു? അച്ഛൻ്റെ അടുത്ത്, അച്ഛാ, ഇങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു. ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ട ഇവിടുത്തെ രാജാവിനെ ഞാൻ ശപിച്ചു. എനിക്ക് ഇപ്പോഴും ആ ദേഷ്യമുണ്ടെന്നൊക്കെ ആര് പറയും? ശൃംഗി പറയും. അപ്പോ ശമീകന് ഇങ്ങനെയൊക്കെ നടന്നിട്ടും അദ്ദേഹത്തിന് ഒട്ടും കോപം തോന്നിയില്ല. അദ്ദേഹം സങ്കടത്തോടു കൂടി ശൃംഗിയോട് പറയും, ശൃംഗി, നീ ചെയ്തത് വളരെ തെറ്റായി പോയി. അദ്ദേഹം ആരാണ്? ഇവിടുത്തെ നമ്മുടെ രാജാവ് നിനക്ക് അറിയാമോ? അദ്ദേഹം മഹാഭക്തനാണ്, വിഷ്ണു ഭക്തനാണ്. അദ്ദേഹം ശ്രീകൃഷ്ണനാൽ ജീവൻ ലഭിക്കപ്പെട്ട അല്ലെങ്കിൽ ഭഗവാനാൽ രക്ഷിക്കപ്പെട്ട അവനും പ്രജകളുടെ അല്ലെങ്കിൽ ലോകരുടെ ക്ഷേമത്തിനായി എന്ത് ത്യാഗവും സഹിക്കുന്ന വളരെ സത്യസന്ധനും വളരെ നർമ്മിഷ്ഠനുമായിട്ടുള്ള മഹാരാജാവാണ്. അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനല്ല. നീ എന്തായാലും ഇങ്ങനെ ശപിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഹൃദയ ദൗർബല്യം കൊണ്ടോ ആ സമയത്തുള്ള ദേഷ്യം കൊണ്ടോ എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു വേള അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കാം. പക്ഷെ അത് മുനിമാരല്ലേ? മുനിമാർ ഇതെല്ലാം ക്ഷമിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മള് ക്ഷമ, ദയ, കാരുണ്യം, അഹിംസ ഇതിന്റെയൊക്കെ ആൾക്കാരാവണം നമ്മൾ. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് സാധാരണ മനുഷ്യരെ പോലെ ദേഷ്യം വരാൻ പാടില്ല. നീ എന്താ ഇങ്ങനെ ചെയ്തത്? ഇത് വലിയ മഹാപാപമല്ലേ? അദ്ദേഹം നല്ല രാജാവാണ്. ഇദ്ദേഹത്തിനെ പോലെ ഒരു രാജാവ് നമുക്ക് ഇന്നോളം കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് എല്ലാ പ്രജകൾക്കും വളരെ
ഇഷ്ടമാണ്. അദ്ദേഹം പ്രജകളുടെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്ന ആളാണ്. ഇന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെ ഇത്രയും നല്ലൊരു മനുഷ്യനെ, രാജാവിനെയൊക്കെ ശപിച്ചാൽ നമ്മുടെ തപശക്തി തന്നെ നശിച്ചു പോകും. അത് മാത്രമല്ല, ഭഗവാന്റെ കാരുണ്യത്തിന് തന്നെ കുറവുണ്ടാവും. ഭഗവാന്റെ ഭക്തരെയാണ് നീ ശപിച്ചത്, അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കാരുണ്യം നമുക്കില്ലാണ്ട് പോകും. അത് മാത്രമല്ല, ഒരു തെറ്റിന് അതിന് ആനുപാതികമായ ശിക്ഷയെ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ അദ്ദേഹം ഒരു പാമ്പിനെ ഇട്ടു, ശരി, അതുപോലെ എന്തെങ്കിലും ചെറിയൊരു ശിക്ഷയല്ലേ കൊടുക്കാൻ പാടുള്ളൂ. അദ്ദേഹം കൊല്ലാൻ വേണ്ടുന്ന എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തത്? ജീവനുള്ള പാമ്പിനെ ഇട്ടെങ്കിൽ ശരി, പാമ്പ് കടിച്ച് ഞാൻ ചത്തെങ്കിലും. ഇത് അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ശപിച്ചത്? ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ സദ്വർണം കാഴ്ചവെക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ സമാധാനമായി സന്തോഷത്തോടു കൂടി ഇവിടെ നല്ല രീതിയിൽ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ഭക്തിയിൽ മുഴുകാൻ കഴിയുന്നത്. അതുകൊണ്ട് നീ എന്തായാലും ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം, ശമീക മുനി അദ്ദേഹത്തിന്റെ ശിഷ്യരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ എത്രയും വേഗം ചെന്നിട്ട് ഈ പരീക്ഷിത്ത് രാജാവിനെ കാണണം. അദ്ദേഹത്തിനെ കണ്ടിട്ട് 7 ദിവസത്തിനകത്ത് 7 ദിവസം കൊണ്ട് 7 ദിവസം തീരുന്നതിന് മുമ്പ് തക്ഷകൻ കടിച്ച് നിങ്ങൾ മരിക്കും. എന്റെ പുത്രൻ ശൃംഗി അങ്ങനെ നിങ്ങളെ ശപിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇങ്ങനെ പാമ്പിന്റെ ജഡം എന്റെ ശരീരത്തിൽ ഇട്ടത് കൊണ്ടാണ് അവൻ ശപിച്ചത്. എന്തായാലും തെറ്റായിപ്പോയി അവൻ ശപിച്ചത്. ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതുകൊണ്ട് അങ്ങ് അതിന് വേണ്ടതായ പരിഹാരങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പോംവഴികളൊക്കെ ചെയ്തോണം എന്ന് പറയാനായിട്ട് മുനി അദ്ദേഹത്തിന്റെ ശിഷ്യരെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു, ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞു. അങ്ങനെ ഇവര് മുനി ശിഷ്യര് പരീക്ഷിത്തിനെ ചെന്ന് കണ്ടിട്ട് കാര്യം പറയും, ഇങ്ങനെ ഒരു ശാപം വന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അതിനു വേണ്ട പരിഹാരവും അതിനുവേണ്ട തീരുമാനങ്ങളൊക്കെ എടുത്തോണം, ജീവൻ രക്ഷിപ്പിച്ചോണം, തക്ഷകന്റെ കടിയേൽക്കാതെ ജീവൻ നിലനിർത്തി 7 ദിവസം സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പോ രാജാവ് ഇത് കേട്ടിട്ട് രാജാവിന് ദേഷ്യമോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വിവരം വന്ന് എന്നെ അറിയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇങ്ങനെ എൻ്റെ ജീവനോട് താല്പര്യം കാട്ടിയ നിങ്ങളുടെ മുനിയോട് എൻ്റെ കൃതജ്ഞത അറിയിക്കണം. പിന്നെ ഗർഭാവസ്ഥയിലേ മരിച്ച ആളാണ് ഞാൻ. ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യം കൊണ്ട് മാത്രം ഞാൻ ജീവൻ കിട്ടിയ ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മരണത്തെ ഒന്നും ഭയമൊന്നുമില്ല. എന്തായാലും ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അതുകൊണ്ട് എനിക്ക് മരണത്തെ ഒന്നും ഭയമില്ല. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഇന്നോളം ഒരു പാപവും ഈ ചെയ്തത് എനിക്ക് തെറ്റാണെന്ന് ബോധ്യം അപ്പോഴേ തന്നെ ബോധ്യം വന്നുപോയി. പക്ഷെ അല്ലാതെ ഞാൻ ഇന്നോളം ഒരു ഉറുമ്പിനെ പോലും ഞാൻ വേദനിപ്പിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇനി തക്ഷനെ എന്റെ കടിയേറ്റ് മരിക്കാനാണ് എനിക്ക് വിധിയെങ്കിൽ അത് നടന്നു തന്നെ തീരട്ടെ. അതുകൊണ്ട് ഞാൻ ഇനി ഇതിന് പരിഹാരമോ ഇതിന് പ്രതിവിധിയോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ജനങ്ങൾക്കും മന്ത്രിമാർക്കും മറ്റുള്ളവർക്കെല്ലാം ഈ ശാപം പരീക്ഷത്തിന് ഇങ്ങനെ വന്ന് ഭവിച്ചത് കേട്ടിട്ട് വളരെയധികം സങ്കടമുണ്ടായി. അവരെല്ലാം രാജാവിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന പാമ്പിന്റെ എന്താ പറയാ ഈ പാമ്പിന്റെ സാന്നിധ്യം ഉണ്ടാകാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. രാജാവിന് പ്രത്യേകമായിട്ട് ഗംഗാ നദിയുടെ തീരത്ത് ഒരു കൊട്ടാരമെല്ലാം പണിഞ്ഞ് 4 സൈഡും വാതിലെല്ലാം കാവൽ, ശക്തമായിട്ട് കാവലൊക്കെ എല്ലാം സെറ്റപ്പ് ഒക്കെ ചെയ്തു. പക്ഷെ രാജാവ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്തായാലും 7 ദിവസം കിട്ടി. ആ 7 ദിവസത്തെ വരെ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടാവും. ആ 7 ദിവസത്തിനകത്ത് എനിക്ക് തിരിച്ചു പോകണം, ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകണം. അല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉറപ്പുമില്ല. കാരണം നമ്മൾ ഇപ്പോൾ നടന്നു പോകുമ്പോൾ മരിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ അറ്റാക്ക് വന്ന് മരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ ഏത് രീതിയിൽ ഒരു ഇടിമിന്നലേറ്റ് മരിക്കാം, അസുഖം വന്ന് മരിക്കാം, പാമ്പ് തന്നെ കടിച്ചു മരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗങ്ങൾ കടിച്ചു മരിക്കാം. ഇങ്ങനെ എന്തെല്ലാം സംഭവിക്കാം. പക്ഷെ എനിക്കിപ്പോ എന്തായാലും 7 ദിവസത്തേക്ക് ഒന്നും പേടിക്കാനില്ല. 7 ദിവസം കഴിഞ്ഞ മാത്രമേ തക്ഷകൻ കടിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് 7 ദിവസത്തിനകത്ത് തിരിച്ചു പോകാൻ, ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ, ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചനം നേടാൻ, മോക്ഷം നേടാൻ, മുക്തി നേടാൻ എനിക്ക് എന്താണ് എളുപ്പ വഴി എന്നുള്ളത്
മനസ്സിലാക്കി അതിനു വേണ്ട പ്രവർത്തികളിൽ ഏർപ്പെടാനാണ് താല്പര്യം എന്ന് പറഞ്ഞ് അദ്ദേഹം എന്താണ് തൻ്റെ പണ്ഡിതരോടും തൻ്റെ ഗുരുക്കന്മാരോടും തൻ്റെ എന്താ പറയുക ബ്രാഹ്മണ സമുദായത്തോടും ഒക്കെ മുനിമാരോടൊപ്പം അദ്ദേഹം ഗംഗാതീരത്ത് വന്ന് ഇരിക്കും. അവിടെ വന്നിട്ട് പലരും എന്താണ് ഇതിന് ഒരു പോംവഴി, 7 ദിവസമുണ്ട്, 7 ദിവസത്തിലൂടെ മോക്ഷത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം. അങ്ങനെ ഇനിയുള്ള 7 ദിവസം മോക്ഷം നേടാൻ എന്താണ് ചെയ്യേണ്ടത്? നീ തപസ് ചെയ്യണോ, യജ്ഞം ചെയ്യണോ, ജ്ഞാനമാർഗത്തിലൂടെ എന്തെങ്കിലും ചെയ്യണോ, അല്ലെ ഹോമങ്ങൾ ചെയ്യണോ, പൂജകൾ ചെയ്യണോ, യാഗം ചെയ്യണോ? ഇതിൽ എന്താണ് ഏത് ചെയ്താലാണ് 7 ദിവസം കൊണ്ട് എനിക്ക് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവരിങ്ങനെ ചർച്ച ചെയ്യും. അപ്പൊ ആർക്കും ആ സദസ്സിലിരുന്ന ആർക്കും 7 ദിവസം കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രതിവിധി അവർക്ക് ആർക്കും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവിന് വിഷമമായി. അവർക്ക് ആർക്കും ഒന്നും ഒരു ഉപായവും പറഞ്ഞു തരാൻ പറ്റുന്നില്ലല്ലോ. കാരണം ഇത് പല പല മാർഗങ്ങളുണ്ട്, പക്ഷെ ഇത് 7 ദിവസം കൊണ്ട് മോക്ഷം കിട്ടാനായിട്ട് എന്ത് മാർഗമെന്ന് മാത്രം അവർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ നിരാഹാരനായിട്ട് ആഹാരമെല്ലാം കഴിക്കാതെ വെള്ളം പോലും കുടിക്കാതെ മോക്ഷം മാത്രം ആഗ്രഹിച്ച് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പരീക്ഷിത്ത് ഇരുന്ന സമയത്താണ് നമ്മൾ ഇന്നലെ പറഞ്ഞ വ്യാസദേവന്റെ പുത്രനും എന്താ പറയണ മഹാദേവനിൽ നിന്നും വ്യാസദേവനിൽ നിന്നും ശ്രീമദ് ഭാഗവതം ഗ്രഹിച്ചവനുമായ ശുകദേവ ഗോസ്വാമി, ശ്രീ ശുക ബ്രഹ്മർഷി എന്നൊക്കെ അറിയപ്പെടുന്ന ശുകദേവ ഗോസ്വാമി ആ ഭാഗത്തേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ജ്വലിച്ചുയർന്ന സൂര്യനെ പോലെ ആ സദസ്സിലേക്ക് കടന്നു വന്ന ശുകദേവ ബ്രഹ്മർഷിയെ കണ്ട പരീക്ഷിത് മഹാരാജാവ് അടക്കം എല്ലാ മഹർഷിമാരും ബ്രാഹ്മണരും മറ്റു പൗരപ്രമുഖരും എല്ലാവരും എണീറ്റ് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഭയങ്കര തേജസ്സായിരുന്നു. അദ്ദേഹം വന്ന് കയറിയപ്പോൾ തന്നെ സൂര്യൻ ഉദിക്കും പോലെയുള്ള പ്രഭയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പൂജാസനത്തിൽ ആസനം ഒരുക്കി അതിൽ ഇരുത്തിയിട്ട് 7 ദിവസത്തിനുള്ളിൽ ഭാഗവത് സായുജ്യം നേടാൻ തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റിയ വഴി ഉപദേശിച്ച് തരണമെന്ന് പരീക്ഷിത് മഹാരാജാവിന്റെ ആ അപേക്ഷ സ്വീകരിച്ച ശുകദേവ ബ്രഹ്മർഷി മോക്ഷദായകമായ ശ്രീമദ് ഭാഗവതം പരീക്ഷിത്തിന് ഉപദേശിച്ചു തുടങ്ങി. അങ്ങനെ ശരിക്കും ഈ ശുകദേവ ബ്രഹ്മർഷി മുഖാന്തരമാണ് നമുക്കെല്ലാവർക്കും ഈ പറയുന്ന ഭാഗവതം കിട്ടുന്നത്. ശരിക്കും വ്യാസനാണ് ഇത് രചിച്ചത്. അപ്പോൾ ഭാഗവതത്തില് പ്രധാനമായിട്ടും സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, അന്വന്തരം, ഈശാനുകഥനം, നിരോധനം അല്ലെങ്കിൽ നിരുദ്ധം, മുക്തി എന്നിവയാണ് വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രതിപാദ്യങ്ങൾ. അപ്പൊ സർഗം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ഭഗവാൻ ഈ പ്രധാന മൂലകങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം ഇതെല്ലാം അടങ്ങിയതാണ് സർഗം. അത് കഴിഞ്ഞാൽ വിസർഗം എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിസർഗങ്ങൾ എന്ന് പറയുന്നു. ഇനി സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ നിലനിർത്തി പോരുന്ന അണ്ടകടാഹങ്ങളെ പരസ്പരം തട്ടി തകരാതെ ഒഴുക്കി കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥയാണ് സ്ഥാനം. ആ ഒരു ശക്തിയാണ് ഭഗവാന്റെ ശക്തി. പിന്നെ പോഷണം എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടികളെ മുഴുവൻ പരിപാലനം ചെയ്യുന്നത്, പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്ഥിതി നടത്തുന്ന ഭഗവാന്റെ ആ ശക്തി വിശേഷമാണ് പോഷണം എന്ന് പറയുന്നത്. ഇനി ഉദയ എന്ന് പറയുന്ന കർമ്മവാസനകളാണ്. കോടിക്കണക്കിന് ജന്മങ്ങളിലുള്ള കർമ്മങ്ങളിലൂടെ കൊണ്ടുവരുന്ന ജന്മവാസനകൾ ആണ് ഉദയ എന്ന് പറയുന്നത്. പിന്നെന്താണ് മന്വന്തരം എന്ന് പറയുന്നത് സമയം, ടൈം പീരീഡ്. ഇപ്പൊ മനുവുമായി ബന്ധപ്പെട്ട എന്താ പറയാ 70-80 വർഷത്തെ ജീവിതത്തിലെ കുറച്ച് കാലത്തെക്കുറിച്ച് ഭഗവാനെ മറന്ന് നിസാരമായ കാരുണ്യങ്ങളെ പറ്റി തർക്കിച്ച് നമ്മുടെ ജീവിതത്തെ പാഴാക്കും. ഇതെല്ലാം ആ സമയത്തിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കൊക്കെ 70-80 വയസ്സ് വരെയൊക്കെ ഉള്ളൂ ജീവിതങ്ങൾ, അല്ലെ മാക്സിമം 90 ഒക്കെ പോവും ചിലര് മാത്രം. അപ്പോൾ ഈ വളരെ കുറച്ച് കാലത്ത് എന്താണ് നമ്മൾ പലരും ഭഗവാനെയൊക്കെ മറന്ന് നിസാരമായ കാര്യങ്ങളിൽ അഭിരമിച്ച് അല്ലെങ്കിൽ തർക്കിച്ച് നമ്മുടെ ജീവിതത്തെ വേസ്റ്റാക്കുന്നു, പാഴാക്കുന്നു. അപ്പൊ സമയം വളരെ വിലപ്പെട്ടതാണ്. അപ്പോ അത് മനു എന്ന് പറയുന്ന ബ്രഹ്മാവിന്റെ സൃഷ്ടിയായ മനുവുമായി ബന്ധപ്പെട്ടാണ് ഈ സമയങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നത്.
പിന്നെന്താണ് ഈശാന കഥ. ഈശാന കഥ എന്ന് പറയുമ്പോൾ ഭക്തന്മാരുടെ ജീവിത കഥകളാണ് ഈശാന കഥകൾ. പിന്നെ നിരോധം. നിരോധം എന്ന് പറയുന്നത് പ്രളയം അല്ലെങ്കിൽ നാശം അല്ലെങ്കിൽ സംഹാരം. ഇതിനാണ് നിരോധം എന്ന് പറയുന്നത്. പ്രളയം തന്നെ ശരിക്കും 4 തരം പ്രളയമുണ്ട്. അത് നിത്യപ്രളയം എന്ന് പറയുന്നത് എല്ലാവരുടെയും നമ്മുടെയൊക്കെ മരണങ്ങളെ പ്രളയമായിട്ടാണ്, നിത്യപ്രളയത്തിലാണ് അതിനെ പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും ജനിച്ച ആൾക്കാരെല്ലാം മരിക്കും, അത് എല്ലാ ജീവജാലങ്ങളും മരിക്കും. ആ മരണങ്ങളെല്ലാം നിത്യപ്രളയം എന്ന് പറയും. ഈ രണ്ടാമത്തത് നൈമിത്തിക പ്രളയം. നൈമിത്തിക പ്രളയം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു പ്രളയം ഉണ്ടാകുന്നു. ആ സമയത്ത് ഭൂമി, ഭുവർലോകം, സുവർലോകം ഇങ്ങനെയുള്ള ലോകങ്ങളെല്ലാം ആ പ്രളയത്തിൽ നശിക്കും. അതാണ് നൈമിത്തിക പ്രളയം. ഇനി മൂന്നാമത്തത് പ്രാകൃതിക പ്രളയം. ബ്രഹ്മാവിന് 100 വയസ്സ് കഴിയുമ്പോൾ ബ്രഹ്മാവ് ഉൾപ്പെടെ മരിക്കും. ആ സമയത്ത് മൊത്തം പ്രളയത്തിലേക്ക് പെടും. ആ എല്ലാ പ്രപഞ്ചങ്ങളും പ്രളയത്തിൽ വരും. അതാണ് പ്രാകൃതിക പ്രളയം. അത് കഴിഞ്ഞ് ആത്യന്തിക പ്രളയം. ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത് ഒരാള് മറ്റൊരു ഭക്തന്റെ കാരുണ്യത്താൽ സത്സംഗത്തിലൂടെ ഭഗവാന്റെ അരികിലേക്ക് പോകുന്നത് ആണ് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 തരം പ്രളയങ്ങളുണ്ട്. അപ്പോ അങ്ങനെ ഈ ആത്യന്തിക പ്രളയത്തിലൂടെ ഭഗവാന്റെ ധാമത്തേക്ക് തിരിച്ചു പോകുന്നവരെ പിന്നെ അവർക്ക് പുനർജന്മമില്ല. അല്ലാത്തവരെല്ലാം ജനിച്ചും മരിച്ചും കഴിയും. അപ്പോ ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം നേടാൻ നമ്മൾ ഭഗവാന്റെ അരികിലേക്ക് പോകണം. അത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഭക്തനിലൂടെയാണ് നമുക്ക് ആ കാരുണ്യം കിട്ടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സത്സംഗത്തിലൂടെയും നമുക്ക് അത് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. നമുക്ക് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ നാമത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനും അതുവഴി ഭഗവാന്റെ നാമം ജപിച്ച് ഭഗവാന്റെ ഭക്തിയുടെ ഭഗവത് സ്നേഹത്തിലൂടെ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ ഇതില് നിരോധം. അത് കഴിഞ്ഞിട്ട് മുക്തി. ജനന മരണത്തിൽ നിന്നും തിരിച്ച് ഭഗവത് ധാമത്തിലേക്കുള്ള യാത്രയാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ മോചനം എന്നൊക്കെ പറയുന്നത്. അതിനേക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെയാണ് ഈ മുക്തിയിൽ പെടുന്നത്. അത് കഴിഞ്ഞ് അവസാനം ആശ്രയം. മുക്തിക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് നാം ആരെയാണ് ആശ്രയിക്കേണ്ടത്? അപ്പം അതിന് ഭഗവാനെ വേണം ആശ്രയിക്കാൻ. അപ്പം മറ്റു ദേവന്മാരെ നിന്നും നമുക്ക് മറ്റ് ഭൗതിക ആഗ്രഹങ്ങൾ, ഭൗതിക കാര്യങ്ങൾ ഒക്കെ ലഭിക്കും. പക്ഷെ ഭഗവാനാണ് നമുക്ക് ജനന മരണ ചക്രങ്ങളിൽ നിന്നുള്ള മോചനം തരുന്നത്. അതുകൊണ്ട് ഭഗവാനെ നമുക്ക് ഈ പറയുന്ന ജനനവും മരണവും ഇല്ലാത്ത അവസ്ഥ വേണമെങ്കിൽ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം. ഇപ്പൊ മറ്റു ദേവന്മാരെയൊക്കെ ഇപ്പൊ ലക്ഷ്മി ദേവി ആരാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധനം ഉണ്ടാകും, സ്വത്ത് ഉണ്ടാകും, പണം ഉണ്ടാകും, ആഭരണങ്ങൾ, അങ്ങനെയുള്ള ഭൗതിക സൗകര്യങ്ങളെ കിട്ടും. ഗണപതിയെ ആരാധിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങൾ, തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി കിട്ടും. സൂര്യദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ ശത്രു ദോഷം ഒക്കെ മാറിക്കിട്ടും. പിന്നെ അശ്വിനി ദേവന്മാരെ ആരാധിച്ചു കഴിഞ്ഞാൽ ത്വക്ക് രോഗങ്ങൾ, അസുഖങ്ങളെല്ലാം മാറിക്കിട്ടും. മഹാദേവനെ ആരാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കുടുംബ ജീവിതം കിട്ടും. ഇങ്ങനെ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ഈ ഭൗതിക ലോകത്തെ സുഖ സൗകര്യങ്ങൾ കിട്ടും. ഇങ്ങനെ ഓരോ ദേവന്മാർക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നൽകാൻ കഴിയും. അതെല്ലാം ഭൗതികമാണ്. ഈ ജന്മത്തോടെ അത് തീരുന്നതുമാണ്. പക്ഷെ നിങ്ങൾക്ക് മോക്ഷമാണ് ആഗ്രഹമെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങളെ, ദശാവതാരം പോലെയുള്ള വിഷ്ണു തത്വങ്ങളെ തന്നെ ആരാധിക്കണം. അതുകൊണ്ടാണ് മരണസമയത്ത് ഭാഗവതം അല്ലെങ്കിൽ രാമായണമൊക്കെ വായിക്കുന്നത്. അപ്പോൾ ശരിക്കും ആശ്രയം എന്ന് പറയുന്നത് മുക്തിക്ക്, മോക്ഷത്തിന് നാം ആരെ ആശ്രയിക്കണം? അത് ഭഗവാൻ കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിനെ അല്ലെങ്കിൽ വിഷ്ണു തത്വങ്ങളെ തന്നെ ആരാധിക്കണം. ഇങ്ങനെ 10 വിഷയങ്ങളാണ് ശുകദേവ ഗോസ്വാമി പരീക്ഷിത്തുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോ സൃഷ്ടി നടത്താന് ഭഗവാൻ ബ്രഹ്മാവിനെയാണ് ചുമതലപ്പെടുത്തിയത്. ബ്രഹ്മാവ് ദേവന്മാർ മുതൽ സകല ജീവജാലങ്ങളെയും മനുഷ്യരെ തന്നെയും ബ്രഹ്മാവ് ആണ് സൃഷ്ടിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ബ്രഹ്മാവിന്റെ ജനനം? അത് നമുക്ക് നോക്കാം. അങ്ങനെ ത്രിലോകങ്ങളും ഒക്കെ പ്രളയത്തിൽ ആണ്ടിരുന്ന സമയത്ത് ഗർഭോദകശായി വിഷ്ണു ഏകനായിട്ട് അനന്തന്റെ മേല് ഇങ്ങനെ നിദ്രയിലാണെങ്കിലും മിഴികൾ പൂർണ്ണമായിട്ടും അടയ്ക്കാത്ത രീതിയിൽ അങ്ങനെ ശയിക്കവേ 4000 യുഗങ്ങൾ കടന്നുപോയി. ആ സമയത്ത് സൃഷ്ടിയുടെ സൂക്ഷ്മാംശം ഭഗവാന്റെ ഉദരത്തിലൂടെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുകയും ജീവസത്തകളുടെ മുഴുവൻ രൂപവും ഒരു താമരമൊട്ടായി രൂപം പ്രാപിച്ച് ആ താമര മലരിലേക്ക് വിഷ്ണു പരമാത്മ രൂപത്തിൽ പ്രവേശിക്കുകയും സ്വയംഭുവായിട്ട് അവിടെ ബ്രഹ്മാവ്
ഉണ്ടാവുകയും ചെയ്തു. നമ്മുടെ 14 ലോകങ്ങളും ഈ താമര തണ്ടിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. അങ്ങനെ അങ്ങനെ സൃഷ്ടിയിൽ ബ്രഹ്മാവ് ആ താമരയുടെ ദളങ്ങളിൽ അദ്ദേഹം വന്നു. അങ്ങനെ അദ്ദേഹം 4 ദിക്കിലേക്ക് നോക്കിയപ്പോ എന്താണ് ഇത്? 4 ചുറ്റും ഇങ്ങനെ സമുദ്രം കിടക്കുന്നു, പ്രളയം ആണ്ട് കിടക്കുന്ന സമുദ്രത്തിലെ താമരയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. നോക്കി 4 ചുറ്റും ഇങ്ങനെ സമുദ്രം. അപ്പോ അദ്ദേഹത്തിന് ഈ 4 സൈഡിലേക്ക് നോക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് 4 മുഖങ്ങൾ, ചതുർമുഖം, 4 മുഖങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായി. അപ്പോ അദ്ദേഹം ഇതാണ് 4 നോക്കി. അതോടെ അദ്ദേഹം 4 ശിരസ്സുകൾ ലഭിച്ചു. അപ്പൊ താൻ ആരാണ്, താൻ എവിടെയാണ്, താൻ ഈ താമര എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം ആ താമരത്തണ്ടിലൂടെ നേരെ ഭഗവാന്റെ വിഷ്ണുവിന്റെ പൊക്കിൾക്കൊടിയിലേക്ക് വന്നു. അദ്ദേഹത്തിന് എന്നിട്ടും ഒന്നും മനസ്സിലായില്ല. വീണ്ടും മുകളിൽ താമരപ്പൂവിന്റെ മണ്ടയിൽ ചിന്തിരുന്നു. അങ്ങനെ മനസ്സിൽ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഏകാഗ്രമാക്കി ചിന്തിച്ചുകൊണ്ട് ധ്യാനത്തിലിരുന്നു. ഇങ്ങനെ 100 വർഷം ധ്യാനത്തിൽ ഇരുന്ന ബ്രഹ്മാവിന് എൻ്റെ ഹൃദയത്തിലേക്ക് ഭഗവാൻ അങ്ങനെ മെല്ലെ തെളിഞ്ഞു വന്നു. അങ്ങനെ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. അങ്ങനെ ഭഗവാനെ അദ്ദേഹം പ്രണാമങ്ങളൊക്കെ അർപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത് എന്നപ്പോ പറഞ്ഞു, നീ സൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങി. അപ്പോ ലോകത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ നാരായണൻ എന്താ പറയാ, സൃഷ്ടി വികാസത്തിന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നൽകി എന്നിട്ട് അപ്രത്യക്ഷനായി. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടി ആരംഭിച്ചു. ബ്രഹ്മാവ് ആദ്യമായിട്ട് 4 കുമാരന്മാരെയാണ് സൃഷ്ടിക്കുന്നത്. അപ്പോ അവരെന്ത് ചെയ്തു? അവരോട് തൻ്റെ സൃഷ്ടിയിൽ സഹായിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോ ശരിക്കും അവർ മക്കളാണ്. അടുത്ത് പറഞ്ഞപ്പോൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് ഈ പറയുന്ന സൃഷ്ടി നടത്താനൊന്നും താല്പര്യമില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കലാണ്. അതാണ് നമ്മുടെ ആഗ്രഹം. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങ് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് നേരെ അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. ഭഗവാന്റെ അടുത്ത് വൈകുണ്ഠത്തിലേക്ക് ഓടി. അപ്പൊ ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. സ്വാഭാവികമായിട്ടും തൻ്റെ മക്കള് താൻ പറഞ്ഞിട്ട് കേട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ 2 പുരികക്കൊടികളുടെ ഇടയിൽ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അതിൽ നിന്നും ഒരു നീലയും ചുവപ്പും നിറമാർന്ന കരഞ്ഞുകൊണ്ടൊരു ശിശു പുറത്തേക്ക് വന്നു. അതാണ് രുദ്രൻ. രോദനം ചെയ്തതിനാൽ രുദ്രൻ എന്ന് ആണ് എല്ലാവരും വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ 11 ഭാവങ്ങൾ, രുദ്രന്മാർ, ഏകാദശി രുദ്രന്മാരുണ്ടായി. അവർക്ക് 11 പേർക്കും ബ്രഹ്മദേവൻ 11 രുദ്രാണികളെയും നൽകി. അങ്ങനെ ബ്രഹ്മാവിന്റെ അടുത്ത് ഈ രുദ്രൻ ചോദിക്കും, ഞാൻ എന്താണ് ഇവിടെ വന്നത്, എന്തിനാണ് വന്നത്, അങ്ങ് പറഞ്ഞാലും എന്ന് പറയും. അപ്പോ ബ്രഹ്മദേവൻ പറയും, നീയും ഈ പറയുന്ന ഏകാദശി രുദ്രന്മാരെല്ലാവരുമായി ചേർന്ന് സൃഷ്ടി നടത്താൻ പറയും. അങ്ങനെ രുദ്രൻ പുത്രന്മാരും ചെറുമക്കളും അവരുടെ പരിവാരങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടി നടത്തും. അങ്ങനെ സൃഷ്ടിയിൽ എന്തു പറ്റും? ഇവരെല്ലാം ഭൂതപ്രേത പിശാചുക്കളെയാണ് സൃഷ്ടിക്കുന്നത്. അത്രയും അവർ സൃഷ്ടിച്ചതെല്ലാം ഭൂതപ്രേത പിശാചുക്കളായിരുന്നു. എന്ന് മാത്രമല്ല, ഈ പറയുന്ന ഏകാദശി ഇവര് സൃഷ്ടിച്ച ഈ ഭൂതപ്രേത പിശാചുക്കൾ എന്ത് ചെയ്തു? അവര് ഈ ലോകത്തിനെ തന്നെ മൊത്തം വാരി വിഴുങ്ങാൻ ശ്രമിച്ചു. ലോകരെയും സകല ജീവജാലങ്ങളെയും ഒക്കെ വിഴുങ്ങാൻ ശ്രമിച്ചു. അങ്ങനെ ബ്രഹ്മാവ് ഇത് കണ്ടിട്ട് പറഞ്ഞു, അയ്യോ മതി, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൃഷ്ടി നടത്തണ്ട, മതി, സൃഷ്ടിയെല്ലാം ഇഷ്ടപ്പെട്ടു, മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ധ്യാനിക്കാൻ പൊയ്ക്കോളൂ, ഇങ്ങനെ സൃഷ്ടി നടത്തി ശരിയാവത്തില്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് എന്ത് ചെയ്യൂ? സ്വയം മരീചി, അത്രി, അംഗരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ, 10ാമതായിട്ട് നാരദനെയും അദ്ദേഹം ജനിപ്പിക്കും. കൂടാതെ ധർമ്മം, അധർമ്മം, കാമം, മോഹം, കോപം, അത്യാർത്തി, ഇങ്ങനെ ഉള്ള എല്ലാ സംസാരശേഷി, സമുദ്രം, അധമപ്രവൃത്തി, ദേവഹൂതിയുടെ ഭർത്താവായ കർദമുനി, ഇവരെല്ലാം ബ്രഹ്മപുത്രൻ. ഇതെല്ലാം ബ്രഹ്മാവിന്റെ സൃഷ്ടിയിലൂടെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള
ഭൗതിക ഘടകങ്ങള്, ഭൗതിക ജ്ഞാനങ്ങള്, ഇന്ദ്രിയബോധങ്ങള്, പിന്നെന്താണ് അറിവുകൾ, പ്രവർത്തനശേഷി, നിയന്ത്രണമൂർത്തികൾ, അജ്ഞാത, അന്ധകാരം, ചരിക്കുന്നതും പിന്നെ അബോധാവസ്ഥയിലുള്ളതുമായിട്ടുള്ള സസ്യലതാദികള്, മരങ്ങൾ, പിന്നെന്താണ് അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർക്ക് ഒന്നും വേറെ അബോധാവസ്ഥയിൽ നിൽക്കുന്നതാണ് ഈ മരങ്ങളും ചെടികളെല്ലാം. അത് കഴിഞ്ഞ് 8ാമത് മൃഗങ്ങള്, പക്ഷികള്, 9ാമത് മനുഷ്യര്, 10ാമത് ദേവന്മാര്. ഇങ്ങനെയാണ് ബ്രഹ്മദേവൻ സൃഷ്ടിയെല്ലാം നടത്തുന്നത്. അപ്പോ ഇങ്ങനെ മഹാശക്തിയുള്ള മുനിമാരുടെ സാന്നിധ്യം ഉണ്ടെന്നല്ലാതെ ജനസംഖ്യയിൽ വർധനയില്ലെന്ന് കണ്ട ബ്രഹ്മദേവൻ തന്റെ ശരീരത്തിൽ നിന്നും 2 പേരെ വീണ്ടും സൃഷ്ടിച്ചു. പുരുഷനും ഒരു സ്ത്രീയും. പുരുഷനെ സ്വയംഭുവ മനുവെന്നും സ്ത്രീയെ ശതരൂപയെന്നും അവരിലൂടെ ഈ പറയുന്ന മനുഷ്യരുടെ സൃഷ്ടി നടത്താൻ പറയും. അങ്ങനെ മനു രൂപ അവരിൽ 5 മക്കൾ പിറക്കും. അതിൽ 3 പുത്രിമാര്, 2 പുത്രന്മാര്. പുത്രിമാരുടെ പേര് ആഹൂതി, ദേവഹൂതി, പ്രസൂതി. പുത്രന്മാര് പ്രിയവ്രതൻ, ഉത്താനപാതൻ. അങ്ങനെ ആഹൂതിയെ രുചി മഹർഷിക്കും, മധ്യമപുത്രിയായ ദേവഹൂതിയെ കർദമ പ്രജാപതിക്കും, പ്രസൂതിയെ ദക്ഷനും അദ്ദേഹം വിവാഹം കഴിച്ചു കൊടുക്കും. അവരിലൂടെ ലോകം മുഴുവൻ ജനസംഖ്യ വർദ്ധിക്കും. അങ്ങനെ പരമദൈവത്വ പുരുഷനായ ഭഗവാന് വേണ്ടിയുള്ള ഭക്തിയുത സേവനത്തിന്റെ തത്വങ്ങൾ പിന്തുടർന്ന് ലോകഭരണം നടത്തിയും യാഗങ്ങൾ അനുഷ്ഠിച്ചും മനു വളരെ നല്ല രീതിയിൽ ലോകം ഭരിച്ചു വന്നു. അങ്ങനെ ഭൂമിയിലും മനുഷ്യരെ സൃഷ്ടിക്കാൻ പറയും ബ്രഹ്മദേവൻ. അങ്ങനെ ഭൂമിയിലേക്ക് ചെന്ന മനു നോക്കുമ്പോൾ ഭൂമിയെ കാണുന്നില്ല. ഉടൻ തന്നെ അദ്ദേഹം ബ്രഹ്മാവിൻ്റെ അടുത്ത് പറയും, അച്ഛാ, ഭൂമിയെ കാണുന്നില്ല എന്ന് പറയും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്താണ്, ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ തട്ടിക്കൊണ്ട് കാരണസമുദ്രത്തിൽ ഒളിപ്പിച്ച്, ഈ നമ്മൾ കാണുന്ന ഭൂമിക്കുള്ളിലുള്ള സമുദ്രമല്ല, കാരണസമുദ്രം എന്ന് പറയുന്ന സമുദ്രത്തിലാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാവും. അങ്ങനെ ബ്രഹ്മാവ് വല്ലാത്ത ദുഃഖത്തിലാവും. ധ്യാനത്തിലിരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയോ നടന്നിരിക്കുന്നല്ലോ എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. അദ്ദേഹം ഭഗവാനെ സ്മരിക്കും. പെട്ടെന്ന് ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ ജീവി പുറത്തേക്ക് ചാടും. ആ ജീവി നോക്കി നിൽക്കെ വളർന്ന് വലുതാവും, ആകാശം വിട്ട് വളർന്ന് വലുതാവും. അതൊരു വരാഹം, ഒരു പന്നിയായിട്ട് മാറും. അങ്ങനെ ഭഗവാൻ പന്നിയായിട്ട് വന്നിട്ട് എന്തിനാണ് ഭൂമിയെ കാരണസമുദ്രത്തിൽ കൊണ്ട് താഴ്ത്തിയിട്ടൊക്കെയാണ് ഈ പറയുന്ന ഹിരണ്യാക്ഷൻ. എന്തുകൊണ്ടാണ് ഭഗവാൻ പന്നിയായിട്ട് വന്നത്? കാരണം പന്നിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, മണ്ണിന്റെ വാസന കണ്ടുപിടിക്കാൻ പന്നികൾക്ക് നന്നായിട്ട് കഴിയും. ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പന്നികൾ മണ്ണിൽ കുഴിച്ചാണ്, അതിനകത്ത് കുഴി ഉണ്ടാക്കിയാണ് അവിടെയാണ് കഴിയുന്നത്. അപ്പം നാസിക വെച്ച്, മൂക്ക് വെച്ച് മണ്ണിനെ മനസ്സിലാക്കാൻ, മണ്ണിന്റെ ഗന്ധം മനസ്സിലാക്കാൻ പന്നികൾക്കാണ് കൂടുതൽ കഴിവുള്ളത്. അതുകൊണ്ട് ഭഗവാൻ പന്നിയുടെ രൂപം ധരിച്ച് ഈ ബ്രഹ്മദേവന്റെ മൂക്കിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ചാടി ലോകം ആകാശം വിട്ടേ വളർന്ന് വലുതാകും. എന്നിട്ട് തന്റെ നാസിക കൊണ്ട് ഇങ്ങനെ വികസിപ്പിച്ച് നോക്കിയത് എവിടെയാണ് ഭൂമി ദേവി ഇരിക്കണമെന്ന്. അങ്ങനെ മനസ്സിലാവും കാരണസമുദ്രത്തിലാണ് ഭൂമിയെ കൊണ്ട് എത്തിക്കുന്നത് മനസ്സിലാക്കുകയും അദ്ദേഹം ആ കടലിലേക്ക്, കാരണസമുദ്രത്തിലേക്ക് വരാഹമൂർത്തി ചാടും. ഇങ്ങനെ ഭൂമിയുടെ മണം പിടിച്ച് ഇങ്ങനെ നടക്കും, എവിടെയാണ് ഭൂമി ഇരിക്കണമെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ഒടുവിൽ ഭൂമിയെ കണ്ടെത്തും. അങ്ങനെ വാൽ ചുഴറ്റി അടിക്കും. എന്നിട്ട് ഭൂമിയെ സ്വയം ഉയർത്തി 2 പേറ്റകളുടെ ആ കൊമ്പുകളിൽ മുകളിൽ ഭൂമി ഉറപ്പിച്ച് ഒരു വലിയ പനവൃക്ഷം പോലെ, ഒരു തമാല വൃക്ഷം പോലെ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരും വരാഹമൂർത്തിയായ ഭഗവാൻ. ഉടൻ ദേവഗണങ്ങളും മുനിമാരും വേദമന്ത്രങ്ങളാൽ ഭഗവാനെ സ്തുതിക്കും. എന്താണ്, ഒരു ആന ജലത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന ഇലകളോടുകൂടിയ താമരപ്പൂ പോലെ ഭൂമി ദേവിയെ ഇവർക്കെല്ലാം കാണാൻ പറ്റും. ഭഗവാൻ തന്റെ ശരീരം ഒന്ന് കുടയുമ്പോഴേക്കും ആ ദേഹത്തു നിന്നും, ആ മുടി രോമങ്ങളിൽ നിന്നെല്ലാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ ആകാശത്തൂടെ ഇങ്ങനെ തെറിക്കും. അതെല്ലാം എന്താണ്, എന്താ പറയാ, തളിക്കപ്പെട്ട ജലബിന്ദുക്കൾ പോലെ, പുണ്യതീർത്ഥം തളിക്കപ്പെട്ട ജലബിന്ദുക്കൾ പോലെ ലോകമൊന്നും പരിശുദ്ധമാകും. ഈ ദേവന്മാരെയും ബ്രാഹ്മണിമാരെയൊക്കെ എല്ലാം പരിശുദ്ധരാക്കി ഈ ലോകമുറ്റത്തെ തന്നെ
ലോകത്തെ തന്നെ പരിശുദ്ധമാക്കും. ഇങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും ആര് വരും? ഹിരണ്യാക്ഷൻ ഓടി വരും, കോപിഷ്ഠനായിട്ട് ഓടി വരും. എന്നിട്ട് ഭഗവാനോട് എതിരിടാൻ വരും. അങ്ങനെ ഹിരണ്യാക്ഷനെ എന്ത് ചെയ്യും ഭഗവാൻ? ഇവർ തമ്മിൽ കുറെ ഫൈറ്റൊക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ വരട്ടയാടി ചെവുകല മോട്ടി ഹിരണ്യാക്ഷൻ അതാ കിടക്കണ ചത്ത് മലച്ചു വീഴും. എന്നിട്ട് ഭഗവാൻ ഭൂമിയെ വീണ്ടെടുത്ത് ശരിയായ രീതിയിൽ പ്രതിഷ്ഠിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ആരാണ് ഹിരണ്യാക്ഷൻ എന്നാണ്. അപ്പൊ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്നത് ദക്ഷ പ്രജാപതി, നമ്മൾ നേരത്തെ പറഞ്ഞു, ദക്ഷ പ്രജാപതിയുടെ ഒരു പുത്രിയായ ദിതി. ദിതിയാണ് അസുരന്മാരുടെ അമ്മ, അതിഥിയാണ് ദേവന്മാരുടെ. അപ്പൊ ആ ദിതി, ഇവരുടെ രണ്ടുപേരുടെയും ഭർത്താവ് എന്ന് പറയുന്നത് കശ്യപ പ്രജ. അപ്പോ ഒരിക്കല് ഒരു സന്ധ്യാസമയത്ത് ഈ ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ ദിതി ലൈംഗികമായ ആഗ്രഹത്താൽ പീഡിപ്പിക്കപ്പെട്ട് ഭർത്താവ് മരീചി പുത്രനുമായ കശ്യപന്റെ അടുകിലേക്ക് വരും. എന്നിട്ട് നമുക്ക് ഒരു പുത്രൻ വേണം എന്ന് പറയും. അപ്പോ കശ്യപ പ്രജാപതി കശ്യപ പ്രജാപതി പറയും, ഇത് ഒരിക്കലും ഗർഭം ധരിക്കാൻ പറ്റിയ ഒരു സമയമല്ല, സന്ധ്യാസമയമാണ്. ഈ സമയത്ത് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കരുത്. ഈശ്വരപരമായ കാര്യങ്ങളിൽ മനസ്സ് പോകേണ്ട സമയമാണ്. നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇപ്പം അങ്ങനെയുള്ള ചിന്തകളൊക്കെ വളരെ കുറഞ്ഞു വരുന്നു. പലതരം TV ചാനലുകളില് പലതരം അമ്മ വിളക്ക്, ഇങ്ങനെ എന്തൊക്കെയൊക്കെ സീരിയലുകളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കാണുക. പണ്ടൊക്കെ രാമനാമം ജപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. വിളക്കെല്ലാം കൊളുത്തി വെച്ച് മുത്തശ്ശി ഉണ്ടെങ്കിൽ മുത്തശ്ശിയുടെ ചുറ്റും ചെറുമക്കളൊക്കെ ഇരുന്ന്, അല്ലെ മക്കളൊക്കെ നിരന്നിരുന്ന് രാമനാമമൊക്കെ ജപിക്കുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് ചുരുങ്ങി വരികയാണ്. വളരെ റെയറായി. അഥവാ എന്തെങ്കിലും ചില വീടുകളിലൊക്കെ അത്യാവശ്യം ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് നേരെ ഓടുന്ന കാണാം. എന്തിനാണ്? അമ്മ വിളക്കില് അവളെ കൊന്നോ വെട്ടി നുറുക്കിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഓട്ടമാണ്. വീട്ടിൽ 50,000 പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും തീർക്കാൻ നേരമില്ല. അതിന്റെ മണ്ടയിൽ കൂടെ അമ്മ വിളക്കിലെ പ്രശ്നങ്ങളും കൂടെ നമ്മൾ വലിച്ചു കയറ്റി വെക്കുകയാണ്. അതാണ് ലോകം. അപ്പോ ഈ സമയത്ത് ഭൂതപ്രേത പിശാചുക്കള് അവരൊക്കെ പ്രത്യക്ഷരാകുന്ന സമയമാണ്. അവരൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. വളരെ അശുഭകരമായ സമയമാണ്. ഇപ്പോൾ ഭക്തിപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് നല്ല രീതിയിൽ കശ്യപ പ്രജാപതി ദിതിയോട് പറയും. അപ്പോൾ എന്നാൽ ദിതിക്ക് ഒരു ലജ്ജയുമില്ലാതെ എന്താ പറയുക, കശ്യപനെ ആലിംഗനം ചെയ്ത് രതിലീലയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മുനിയെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അങ്ങനെ കാമാസക്തിയായിട്ട് ജ്വലിച്ചു നിന്ന രീതിയിൽ മുനി വിലക്കപ്പെട്ട ആ ഒരു കർമ്മം ചെയ്യും. തുടർന്ന് മുനി ചെന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ഗായത്രി മന്ത്രമൊക്കെ ഉരുക്കഴിച്ച് ഭഗവാനെ ധ്യാനിച്ച് ഇരിക്കും. ഇങ്ങനെ ദിതി ഗർഭിണിയാകും. അവരുടെ എന്താ പറഞ്ഞ ആ വീർത്ത വയറിൽ ഭയാനകമായ ഒരു തേജസ് പ്രഭവിക്കാൻ തുടങ്ങും. അപ്പോ അത് കണ്ട് ദിതി എന്നെ അതിശയം തോന്നി. ദിതി ഭർത്താവിനോട് ചോദിക്കും, എന്ത് പറ്റി? എനിക്ക് എന്റെ വയറ് വല്ലാത്ത രീതിയിൽ വളരെ തേജസ്സും ഒക്കെ ആയിരിക്കുന്നു, എന്ത് പറ്റി? അപ്പോ പറയും, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ്, അത് ഒരിക്കലും പാടില്ല, ആ സമയത്ത് ഇങ്ങനെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതല്ലേ. നിന്റെ പ്രവൃത്തിയുടെ ഫലമായി 2 പുത്രന്മാർ നമുക്ക് ലഭിക്കും. അവർ ഈ ലോകത്തിന് നാശം വരുത്തി വെക്കും. ഒരു തെറ്റും ചെയ്യാത്തവരെ നിഗ്രഹിക്കും, സ്ത്രീകളെ പീഡിപ്പിക്കും, മഹാത്മാക്കളെ അല്ലാതെ വേദനിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഈ ലോകത്തിന് വളരെ ശാന്തിയും എന്താ പറയാ മൊത്തം ഉത്കണ്ഠയൊക്കെ വരുത്തി വെക്കും അവര്. ആ സമയത്ത് ഭഗവാൻ അവതരിച്ച് അവരെ നിഗ്രഹിക്കും. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ ഇനി എന്താണ് ചെയ്യാനുള്ളത്? അപ്പോ എന്ന് ദിതി ചോദിക്കും. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. ഈ സമയത്ത് ആ സമയം വളരെ മോശമായ സമയമായിരുന്നു. ഞാൻ നിന്റെ അടുത്ത് നല്ലവണ്ണം പറഞ്ഞതല്ലേ, നീ കേട്ടില്ലല്ലോ. അപ്പോ ദിതി പറയും, ഭഗവാന്റെ കൈകൊണ്ട് മരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ലതാ, കാരണം മോക്ഷം കിട്ടി. പക്ഷെ ബ്രാഹ്മണരാല് ശപിക്കപ്പെട്ടവരാകരുത്, എങ്കിൽ പിന്നെ അവർക്ക് മോക്ഷമല്ല, ഒന്നും കിട്ടില്ല. അതുകൊണ്ട് ഭഗവാനായിട്ട് കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ, എന്തായാലും നല്ലൊരു
അതുകൊണ്ട് സദ്ഗതിയേ ഉണ്ടാകത്തുള്ളൂ, കുഴപ്പമില്ല എന്ന് ദിതി പറയും. അങ്ങനെ ദിതിയുടെ ഉദരം വലുതാകും തോറും പ്രകൃതിക്കും മൊത്തം ഒരു മാറ്റങ്ങൾ വന്നു തുടങ്ങി. സൂര്യചന്ദ്രന്മാർക്ക് ബലക്ഷയം സംഭവിച്ചു. എല്ലാ ദിക്കിലും ഇരുട്ട് വ്യാപിച്ചു. സർവകർമ്മങ്ങളും നിലയ്ക്കാൻ തുടങ്ങി. ദേവന്മാരെ ബ്രഹ്മാവിനോട് സങ്കടം പറഞ്ഞു. ഭയങ്കര ഇരുട്ടും പ്രശ്നങ്ങളുമാണ്. അങ്ങനെ മൊത്തം അസ്വസ്ഥത, മൊത്തം ടെൻഷൻ, പ്രഷർ, ഇങ്ങനെ പല പല ദുസ്സംഭവങ്ങളൊക്കെ നടക്കുന്നു. ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളാണ്. എല്ലായിടത്തും പ്രശ്നങ്ങളാണ്. അപ്പം ബ്രഹ്മാവ് പറയും, എന്റെ പുത്രരായിട്ട് ഞാൻ ആദ്യമായിട്ട് സൃഷ്ടിച്ച 4 കുമാരന്മാരാണ്. അവരുടെ പേര് എന്താണ്? സനകൻ, സനാതനൻ, സനന്ദൻ, സനത്കുമാരൻ എന്നിവർ ഒരിക്കൽ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠ ലോകത്തെത്തി. അപ്പോ അവിടെ 6 കവാടങ്ങൾ കടന്നിട്ട് 7ാമത്തെ കവാടം അവിടെ എത്തിയപ്പോൾ അവിടെ കാവൽ നിന്ന 2 പേര് അവരെ തടഞ്ഞു. അപ്പോ ഈ വന്നവരാരൊക്കെയാണ്? ഈ സനകാദികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായം എത്രയാണ്? നല്ല പ്രായമുണ്ട്. അവരാണ് ഈ സൃഷ്ടിയുടെ തുടക്കത്തിലുള്ളവരാണ്. അപ്പം നല്ല വയസ്സായ ആൾക്കാരാണ്. പക്ഷെ അവരെ കണ്ടാൽ എത്ര വയസ്സേ തോന്നിക്കുള്ളൂ? 5 വയസ്സേ തോന്നിക്കുള്ളൂ. കൊച്ചു കുട്ടികളെ പോലെ തോന്നിക്കത്തുള്ളൂ ഈ സനത്കുമാരന്മാരെന്ന് പറയുന്നത്. ഈ സനകൻ, സനാതനൻ, സനന്ദനൻ, പിന്നെ സനത്കുമാരൻ, ഇങ്ങനെ 4 പേരാണ്. അപ്പോ അങ്ങനെ ഇവരെ തടഞ്ഞു നിർത്തിയപ്പോൾ അവര് ഭക്തരാണ്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്, അവര് ബ്രാഹ്മണരാണ്. അവര് ഭഗവാന് വേണ്ടി ജീവിതം സൃഷ്ടി നടത്താൻ പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അത്ര പരിശുദ്ധരായിട്ടുള്ള ഭക്തരെ തടഞ്ഞപ്പോൾ അവർക്ക് എന്തുപറ്റി? അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട യജമാനനായ പരമദിവ്യത്വ പുരുഷനായ ശ്രീ ഹരിയെ ദർശിക്കാനുള്ള ആകാംക്ഷയുടെ ആ അവസ്ഥയിൽ അവർക്ക് അകത്തേക്ക് കടത്തിവിടാത്തത് കൊണ്ട് ദേഷ്യം വന്നു. നമ്മൾ നേരത്തെയും ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. ദേഷ്യം വരുമ്പോൾ നമ്മൾ നേതൃത്വങ്ങളിൽ വല്ലാത്ത പ്രശ്നങ്ങൾ വരും. അങ്ങനെ ആ ദേഷ്യത്താൽ അവരുടെ കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങി. അങ്ങനെ ഭഗവാന് തുല്യമായ യോഗ്യതകൾ ഉണ്ടാകേണ്ട ഇവർ, ഈ സേവകർ, ഈ ജയവിജയന്മാർ എന്തിനാണ് നമ്മളെ തടയുന്നത്? നമ്മൾ ഭഗവാന് വേണ്ടി ജീവിക്കുന്നവരാണ്. ഈ പറയുന്ന ആൾക്കാർ ഇങ്ങനെ നമ്മളെ പോലെ പരമഭക്തരായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഈ വൈകുണ്ഠത്തിൽ വന്ന് നിൽക്കുന്നത്? ഇവിടെ ഭഗവാൻ ആരാണ് ശത്രുക്കളായിട്ടുള്ളത്? ഇവരെന്തിനാണ് നമ്മളെ തടയുന്നത് എന്നൊക്കെ ഇവര് സ്വയം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ കോപിഷ്ഠരായ സനകാദികൾ നിങ്ങൾ അസുരന്മാരായിട്ട് പിറക്കട്ടെ എന്ന് അവരെ ശപിക്കും. അവർ ഇത് ശാപം കേട്ടോടെ തന്നെ ഇവര് ജയവിജയന്മാര് കുമാരന്മാരുടെ മുന്നില് മാപ്പിരക്കിട്ട് ഞങ്ങളുടെ ജോലിയാണ് ചെയ്തത്. ഭഗവാന്റെ അരികിലേക്ക് വരുന്നവരെ പിന്നെ ഈ പറയുന്നത് പോലെ ഞങ്ങള് ഭഗവാനോട് ചോദിക്കാതെ അകത്ത് വിടാൻ നമുക്ക് അനുവാദമില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളെ? അപ്പൊ ഞങ്ങൾ അറിയില്ലേ, ഞങ്ങൾ ഭഗവാന്റെ ഭക്തരല്ലേ, നിങ്ങൾ ഭക്തന്മാരെ ഭഗവാന്റെ അടുത്തേക്ക് വിട്ടെന്ന് പറഞ്ഞ് എന്താ സംഭവിക്കണം? അപ്പോൾ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചത് ശരിയായില്ല എന്ന് പറയും. അപ്പോ അവര് പറയും, ശരി, നിങ്ങൾ ശിക്ഷിച്ചോളൂ, പക്ഷെ ഞങ്ങൾക്ക് ഭഗവാനെ ഒരിക്കലും മറക്കാത്ത രീതിയിൽ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ ഭഗവാനെ ഉണ്ടാകണം. നമ്മൾ അസുരന്മാരാ എന്തുവേണോ ആയിക്കോട്ടെ, കുഴപ്പമില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഭഗവാനെ ഓർക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ഒരു ശാപം നിങ്ങൾ തരാവൂ എന്ന് പറയും. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഭഗവാന്റെ അസുരനാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് എന്നെ കഴിയും. കംസനെ ശ്രദ്ധിച്ചു. കംസൻ എപ്പോഴും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പൊ അതുപോലെ ഇവരും ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനോട് എന്താ പറയാ, അസൂയയും ഒരു ദേഷ്യവും കോപവും ഭഗവാനെ ചിന്തിച്ചുകൊണ്ടേ ഇവര് ജീവിച്ചു. അങ്ങനെ വിജയന്മാർ ഇവരിൽ നിന്നും ശാപമേറ്റു വാങ്ങി. അപ്പൊ എന്ത് പറ്റി? ആ സമയത്ത് ഭഗവാൻ ഹരി ലക്ഷ്മി ദേവിയുമായിട്ട് നേരെ അങ്ങോട്ട് തന്നെ വരും. ഇവര് ഈ തർക്കം നടക്കുന്ന, ഈ ശാപവും ബഹളമൊക്കെ നടക്കുന്നിടത്തേക്ക് വരും. ഭഗവാനെ കണ്ടോടൻ തന്നെ എല്ലാവരും ഭഗവാനെ നമസ്കരിക്കും. ഭഗവാനെ ലക്ഷ്മി ദേവിക്ക് നമസ്കരിക്കും. അപ്പോ ഭഗവാൻ തന്നെ പറയും, ഈ ജയവിജയന്മാർ നിങ്ങളോട് അപരാധം ചെയ്യാനിടയായി, അവർക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. ബ്രാഹ്മണരും പശുക്കളും ഭക്തന്മാരും എല്ലാം എൻ്റെ ശരീരം തന്നെയാണ്, ഈ ശരീരം തന്നെയാണ്, ഞാൻ തന്നെയാണ് അവരെല്ലാം. അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങളെ ഇവര് ഇങ്ങനെ തടഞ്ഞതിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്ന് ഭഗവാൻ പറയും.
അപ്പൊ ഇങ്ങനെ ഭഗവാൻ പറയുമ്പോൾ അവർക്ക് തന്നെ ഒരു സ്വയം ഒരു കുറ്റബോധം തോന്നും. ചേട്ടാ, ഭഗവാൻ ഇങ്ങനെയാണല്ലോ പറയുന്നത്, ഭഗവാൻ നമ്മളോട് മാപ്പ് ചോദിക്കും. ഞങ്ങള് ദേവജയന്മാര് ശപിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അവരുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നും. അപ്പോ അവരെന്ത് ചെയ്യും? തങ്ങൾ തെറ്റ് ചെയ്യാത്ത രണ്ടുപേരെയാണ് തങ്ങൾ ശപിച്ചതെന്ന ചിന്ത അവരിൽ കടന്നുകൂടും. അപ്പോ ഭഗവാന് മുന്നില് അഭയം പ്രാപിച്ച അവരോട് 3 ജന്മം അസുരന്മാരായിട്ട് പിറന്ന് 3 ജന്മങ്ങളിലും എൻ്റെ കൈയാൽ മരണം വരിച്ച് ഒടുവിൽ ഇവിടേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് ദേവജയന്മാർക്ക് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ട, നിങ്ങൾ ആസുര കുടുംബത്തിൽ ജനിച്ചാലും നിങ്ങൾ താമസം വിന എൻ്റെ അരികിലേക്ക് തന്നെ മടങ്ങി വരും എന്ന് ഭഗവാൻ അവരെ ആശ്വസിപ്പിക്കും. അങ്ങനെയാണ് ഈ ജയവും വിജയന്മാരാണ് കശ്യപ മുനിയുടെ രേതസ്സിലൂടെ ദിതിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ചത്. അപ്പോ സമയം ആയെന്ന് തോന്നുന്നു. അപ്പോ നമുക്ക് കുറച്ചും കൂടി പറയാം. അങ്ങനെ ഇവരെന്ത് ചെയ്യും? 100 വർഷത്തിന് ശേഷമാണ് ഈ ദിതി ഈ ഇരട്ട കുട്ടികളെ പ്രസവിക്കുന്നത്. ഈ കുട്ടികളെ പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഭൂമിയിലും മറ്റു ലോകങ്ങളിലൊക്കെ നിരവധി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. ഭൂമികുലുക്കം, പ്രളയം, അഗ്നിബാധ, ധൂമകേതുക്കളുടെ അല്ലെങ്കിൽ ഇടിമിന്നലുകളുടെ ഒക്കെ പ്രവാഹം, ശനിഗ്രഹങ്ങളുടെ ആഗമനം, കൊടുങ്കാറ്റ്, നരികളും നായ്ക്കളും ഭീകരമായിട്ട് ഓരിയിടാൻ തുടങ്ങി. കഴുതുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. പക്ഷികൾ ഇതൊക്കെ കേട്ട് ചിറകടിച്ച് പറന്ന് ഉയരാൻ തുടങ്ങി. കന്നുകാലികൾ ഭയന്ന് ചാണകവും മൂത്രമൊക്കെ വിസർജിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. പാലിന് പകരം രക്തം ചുരക്കാൻ തുടങ്ങി. അമ്പലങ്ങളിലെ വിഗ്രഹങ്ങൾ കണ്ണിൽ നിന്നും കണ്ണിനീരൊഴുകാൻ തുടങ്ങി. അങ്ങനെ മൊത്തം ഈ അവരുടെ ഈ ജനനത്തോടു കൂടി എന്തു പറ്റി? ഈ പ്രകൃതിക്കും ലോകത്തിലും മൊത്തം പ്രശ്നങ്ങളായി. അങ്ങനെ 2 അസുരന്മാർക്കും വളരെ അസാധാരണ രൂപങ്ങളുണ്ടായി. ഭയങ്കര കാരിരുമ്പിന്റെ ബലവും മഹാപർവ്വതങ്ങൾ കണക്കെ അവർ ജനിച്ചുടൻ തന്നെ വളർന്നു ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അവർ നടക്കുമ്പോൾ ഭൂമിയെല്ലാം കുലുങ്ങി വിറയ്ക്കാൻ തുടങ്ങി. കശ്യപ പ്രജാപതി ആദ്യം ജനിച്ച കുട്ടിക്ക് ഹിരണ്യാക്ഷനെന്നും ആദ്യം ഈ ഗർഭം ധരിച്ചവന് ഹിരണ്യകശിപു എന്നും പേരിട്ടു. അപ്പോ തന്റെ മൂത്ത സഹോദരനായ ഹിരണ്യകശിപുവിനെ സംതൃപ്തനാക്കാൻ വേണ്ടി ഹിരണ്യാക്ഷൻ വലിയ ഗദയുമായിട്ട് യുദ്ധം ചെയ്യാൻ ലോകം മുഴുവൻ സഞ്ചരിച്ചു. ദേവന്മാർ അവനെ കണ്ട മാത്രയിൽ ഗരുഡനെ കണ്ട പാമ്പിനെ പോലെ സർപ്പങ്ങളെ പോലെ ഭയന്ന് ഓടാൻ തുടങ്ങി. പുറകെ ഇദ്ദേഹം ഗദയുമായിട്ട് അവരെ ഓട്ടിച്ച് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ പലരും ഓടി ഒളിച്ചു, പലയിടത്തും ചെന്ന് ഒളിച്ചു. അവരെ എല്ലാം തോൽപ്പിച്ച് ഭയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം കാരണസമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി. അങ്ങനെ അവനെ കണ്ട് വരുണനും കൂട്ടരും എല്ലാം ഭയന്ന് ഓടിയാകാൻ വന്നു. അവരെ കൊട്ടാരത്തിൽ നിന്ന് ഒളിച്ചിരുന്നു. വിഭാവരി എന്നാണ് വരുണന്റെ കൊട്ടാരത്തിന്റെ പേര്. അങ്ങനെ ഹിരണ്യാക്ഷൻ നേരെ ഇവരെയൊന്നും കാണാത്തോണ്ട് അദ്ദേഹത്തിന്റെ കൈക്കരുത്ത് തീർക്കാൻ വേണ്ടി ആരോടെങ്കിലും യുദ്ധം ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹം വരുണന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. വരുണനെ വെല്ലുവിളിച്ചു. ഇറങ്ങി വാടാന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വന്നില്ലെങ്കിൽ അങ്ങോട്ട് വന്ന് ഞാൻ തീർത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ വരുണം പതുങ്ങി വന്നു. എന്നിട്ട് യുദ്ധം ചെയ്യാൻ പറയും. ആരടുത്ത്? ഈ വരുണന്റെ അടുത്ത്. അതും കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്. എങ്ങനെയാണ്? ഭഗവാനെ വരൂ, വന്നു യുദ്ധം ചെയ്താലും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടാണ് ഈ വരുണന്റെ അടുത്ത് ഈ ഹിരണ്യാക്ഷൻ പറയുന്നത്. ഇപ്പോ വരുണം പറയും, യുദ്ധം ചെയ്യാനുള്ള കാലമൊക്കെ കടന്നുപോയി, വയസ്സായില്ലേ, അതുകൊണ്ട് വിഷ്ണു ഭഗവാൻ ഒഴികെ യുദ്ധത്തിൽ നിനക്ക് സംതൃപ്തി തരാൻ ലോകത്ത് ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കണ്ടാൽ നിന്റെ അഹങ്കാരം തീർത്തു തരും അദ്ദേഹം. അപ്പോ ഇദ്ദേഹം ചോദിച്ചു, എവിടെയുണ്ട് നിന്റെ വിഷ്ണു? എവിടെയാണ് നീ പറയുന്ന വിഷ്ണു ഇരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പം ഭരണം പറയും, അദ്ദേഹം ഒരു പന്നിയുടെ രൂപം കൊണ്ട് ഈ സമുദ്രത്തിനുള്ളിൽ വന്നിട്ടുണ്ട് എന്ന് പറയും. ഇത് കേട്ട് ഹിരണ്യാക്ഷൻ സമുദ്രത്തിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് വീണ്ടും കുതിച്ചു ചാടും. അങ്ങനെ കുതിച്ചു ചാടും നോക്കുമ്പോഴേക്കും ആര് നിൽക്കുന്നു? അങ്ങ് അകലെ അവിടെ സർവശക്തനായ ഭഗവാൻ വരാഹ രൂപത്തിൽ കൊമ്പുകളുടെ അഗ്രത്തിൽ ഭൂമിയെ ഉയർത്തിപ്പിടിച്ച് തട്ടിച്ചൊലിക്കുന്ന കണ്ണുകളോടെ ഹിരണ്യാക്ഷനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണും. ഓഹോ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് ആര് ചോദിക്കും? ഹിരണ്യാക്ഷൻ.
അപ്പോ ഞാൻ കൊണ്ടുവച്ച ഭൂമി നീ എടുത്തോ, നിനക്കത് കൊണ്ടുപോകാനാവില്ല. ഞാൻ നിന്നെ എന്താണ് വധിക്കും, നിന്നെ ഞാൻ വല്ലാതെ മുറിവേൽപ്പിക്കും, എൻ്റെ കയ്യിലുള്ള ഗദയുടെ ചൂട് നീ ഇന്ന് മനസ്സിലാക്കും എന്നൊക്കെ ആര് പറയും? ഹിരണ്യാക്ഷൻ പറയും. നീ മായാമനുഷ്യനാണ്, മായാദേവനാണ്, നിന്റെ നിഗൂഢമാണ് നിന്റെ ശക്തി. അതുകൊണ്ട് എന്റെ ഗദയാലുള്ള അടിയേറ്റ് നിന്റെ തലച്ചോറൊന്ന് ചിതറും. നീ ഇവിടെ കടലിൽ മരിച്ചു വീഴും. അതോടെ നിനക്കായിട്ട് യജ്ഞങ്ങളും ബലിതർപ്പണങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന ദേവന്മാരും മുനിമാരും എല്ലാം വേരറ്റ വൃക്ഷങ്ങളെപ്പോലെ നിലനിൽപ്പില്ലാത്തവരായിട്ട് മാറും എന്നൊക്കെ ഹിരണ്യാക്ഷൻ ഉറക്കെ ഈ ഭഗവാന്റെ മുന്നിൽ വന്ന് വെല്ലുവിളിക്കും. ഭഗവാൻ ഇതൊന്നും കേട്ടിട്ട് മിണ്ടാത്ത മട്ടില് ആ ഭൂമിയുമായിട്ട് ആ ജലത്തിന്റെ മുകളിലേക്ക് കുതിച്ചു വരും. എന്നിട്ട് ഭൂമിയെ സുരക്ഷിതമായിട്ട് ഒരിടത്ത് വയ്ക്കും. ഇതിന്റെ ഭഗവാൻ ഇങ്ങനെ ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ടും ഹിരണ്യാക്ഷൻ പറഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതെ ഭഗവാൻ പോയത് കണ്ടിട്ട് ഹിരണ്യാക്ഷൻ ദേഷ്യത്തോടു കൂടി പുറകെ വന്നിട്ട് നിനക്ക് നാണമില്ലേ? ഒരാൾ വെല്ലുവിളിച്ചോണ്ട് നിൽക്കുമ്പോൾ ഒളിക്കാൻ നിനക്ക് നാണമൊന്നുമില്ലേ? നീ എന്തിനാ പേടിച്ചോടുകയാണോ എന്നൊക്കെ ആര് ചോദിക്കും? ഹിരണ്യാക്ഷൻ ചോദിക്കും. ഭഗവാൻ ചോദിക്കും, പേടിയോ? ആർക്ക്? ആരോട്? എന്തിന്? എന്നൊക്കെ ഭഗവാൻ ചോദിക്കും. എന്നിട്ട് ഇത് കേട്ട ഉടൻ തന്നെ ഭഗവാൻ പറയും, നീ വാ, നമുക്ക് തുടങ്ങാം, യുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങും. അങ്ങനെ ഭയങ്കരമായ യുദ്ധത്തിന് ശേഷം ഭഗവാൻ ഈ ഹിരണ്യാക്ഷനെ വധിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഹിരണ്യാക്ഷന്റെ വധവുമായിട്ട് ബന്ധപ്പെട്ട കഥ പറഞ്ഞ് ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് ഉമാമാതാജിയാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ, ഇതിന്റെ ബാക്കി മുതൽ നാളെ മാതാജി പറയും. അങ്ങനെ നമുക്ക് ഈ ഭാഗവത കഥ കംപ്ലീറ്റ് ആക്കാം. എന്നിട്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പോകാം. ഈ കഥയിൽ എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ എന്തെങ്കിലും കമന്റുകൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറയാൻ പറ്റുന്നത് പറഞ്ഞു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, അപ്പൊ നമുക്ക് സമയമായി, അതുകൊണ്ട് നിർത്താൻ വിചാരിച്ചു. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണം. ഇഷ്ടപ്പെട്ടു മാതാജി. പറയണം മാതാജി, പറയൂ, എന്താ ഇഷ്ടപ്പെട്ടോ അഭിപ്രായം? എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ. നല്ല ക്ലാസ് ആയിരുന്നു. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഗുരു കടാക്ഷം. അപ്പോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഈ പറഞ്ഞത്. ആർക്കും സംശയം ഇല്ലെങ്കിൽ നമുക്ക് നിർത്താം. അപ്പോ നാളെ ഉമാമാതാജിയാണ് ക്ലാസ് എടുക്കാൻ വരുന്നത്. വ്യാഴവും ചൊവ്വാഴ്ചയും ഉമാമാതാജിയാണ് ക്ലാസ് എടുക്കുന്നത്. തിങ്കളും ബുധനും ഞാനായിരിക്കും. പിന്നെ ശനിയും ഞായറും നോക്കാം, നമുക്ക് ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ 2 ദിവസം കൂടി പ്രയോജനപ്പെടുത്താം. ഓക്കെ, ഹരേ കൃഷ്ണ. നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവർക്കും സത്സംഗത്തിൽ വന്ന എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു.